ഓക്കെ, ഗുഡ് ഈവനിങ്. കേൾക്കാവോ പറയുന്നത്? ഓക്കെ ആണല്ലോ? ഓഡിയബിൾ ആണ് സർ. ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും സിവിൽ സർവീസ് ആഗ്രഹം കൊണ്ട് വന്നവരാണല്ലോ. ആരെങ്കിലും മുന്നേ സിവിൽ സർവീസിന് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിന് ക്ലാസ്സസ് ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? അത് എല്ലാവരും പുതിയ ആളുകൾ തന്നെയാണോ? പറഞ്ഞോളൂ. മുന്നേ ചെയ്തിട്ടുണ്ട് ലസ്ന? സർ ഞാനും മുമ്പേ ചെയ്തിട്ടുണ്ട്. മീനാക്ഷി മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മുന്നേ ചെയ്തതിന് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ബാക്കി എല്ലാവരും? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ബേസിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകൾക്ക് ബേസിക്കലി സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താണ്, എക്സാമിനേഷൻ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിനേഷന് വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ബാച്ചിന്റെ ഓറിയന്റേഷൻ ആണ്, ഫസ്റ്റ് ക്ലാസ് ഓറിയന്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം 2027 ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് എന്താണ് ബേസിക്കലി ഇപ്പൊ സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉള്ളിൽ ചില റീസൺസ് ഉണ്ടാവും എന്തുകൊണ്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് വരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ എക്സാം പാസ് ആവണം അല്ലേ. അത് പലർക്കും പല റീസൺസ് ആയിരിക്കാം. നിങ്ങളുടെ റീസൺസ് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾക്ക് എന്തോ ആവും. ഇപ്പോൾ ചില ആളുകൾക്ക് സിവിൽ സർവീസ് വരുന്നത് ഒരു ആഗ്രഹം, 6ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതലുള്ള ആഗ്രഹം കൊണ്ട് സിവിൽ സർവീസ് പഠിക്കാൻ വരുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് മറ്റു റീസണുകളായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വൈ ഡു യു വാണ്ട് ടു ബിക്കം എ സിവിൽ സർവീസ് ഓഫീസർ? അല്ലൊരു IAS ആവേണ്ട ആഗ്രഹം എന്താണ്? എന്തിനാണ് നിങ്ങൾക്ക് IAS ആവേണ്ടത്? എന്തിനാണ് നിങ്ങൾക്ക് IPS ആവേണ്ടത്? എന്തിനാണ് IRS ആവേണ്ടത്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം കേട്ടോ. ആർക്കും റീസൺ ഒന്നുമില്ല, എല്ലാരും വെറുതെ ഏതായാലും സമയമൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് സമയമൊക്കെ ഇരിക്കുമ്പോ അല്ലേ, കുറച്ച് സമയമൊക്കെ നമുക്ക് ഇതിനകത്ത് സിവിൽ സർവീസ് എക്സാമിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ വെക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചാലും വരുന്നുണ്ടോ? ഈ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിവരം വെക്കും, എന്നാ ഒന്ന് സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് എക്സാം എഴുതാൻ വരുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. ഓക്കെ. സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിവിൽ സർവീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, സിവിൽ സൊസൈറ്റി സർവീസ് ചെയ്യണം. ഓക്കെ. ലവ് ടു ഡു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. വെരി ഗുഡ്. ലവ് ടു ഡു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. സർവീസ് ഫോർ ദ നേഷൻ. ഓക്കെ. ഷിഹാൽ സർവീസ് ഫോർ ദ നേഷൻ ആണ്. അസ്ന ലവ് ടു ഡു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ, ഭയങ്കര ഇങ്ങനെ പറയുന്ന പോലെ മാനേജ് ചെയ്യാതെ ചെയ്യാൻ. ഓക്കെ. പിന്നെ ബാക്കിയുള്ള ആളുകളോ? സർവീസ് ഫോർ ദ നേഷൻ ഉണ്ട്. പവറിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ട്? പവറിന് ഒരു താല്പര്യം ഉണ്ടാവുന്ന ഒരു ഫാക്ടർ അല്ലേ, നല്ല പവർ അല്ലേ. ബേസിക്കലി ആലോചിക്കുക, സിവിൽ സർവീസ് IAS ഓഫീസറാണ്, IPS ഓഫീസറാന്നൊക്കെ പറയുമ്പോൾ ആളുകൾ റെസ്പെക്ട് ചെയ്യും. ഓക്കെ. ആളുകൾ എല്ലാവരും എണീറ്റ് വെക്കും. അതെ, സന്തോഷ് കുമാർ പറയുന്നത് പവറിന് വേണ്ടിയിട്ടാണ് അല്ലെ. പവർ ഭയങ്കര ഗണ്ണൊക്കെ എടുത്ത് ഷോ ഓഫ് കാണിക്കാൻ ഭയങ്കര അടിപൊളിയാണല്ലോ. പിന്നെയോ പവർ വന്നു, സർവീസ് പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. ഓക്കെ. നല്ല ശമ്പളം കിട്ടാൻ, നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നല്ലൊരു ജോലി ഓപ്ഷൻ, നല്ലൊരു കരിയർ ഓപ്ഷനാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്ഷൻ ആയതുകൊണ്ട് സിവിൽ സർവീസിലേക്ക് വരുന്നു. അതും ആവാലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ഓപ്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് വരാം. പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. കരിയർ ഓപ്ഷൻ ആയതുകൊണ്ട് ചൂസ് ചെയ്യുന്നതല്ല. ഓക്കെ. വേറെ നല്ലോണം കറപ്ഷൻ ചെയ്യാൻ പറ്റും, അതായത് നല്ല പൈസ ഒക്കെ മേടിക്കാൻ പറ്റും. ഇപ്പം ബേസിക്കലി നിങ്ങൾ UP ബീഹാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ കോടിക്കണക്കിന് പൈസയൊക്കെ കറപ്ഷൻ മേടിക്കാൻ പറ്റും. അതും നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും പണിയെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പൊ കുറച്ചുകൂടി അല്ലെ, കറപ്ഷനൊക്കെ മേടിച്ച് നല്ല കറപ്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് അങ്ങനെ വിചാരിച്ചു വരുന്നവരുണ്ടോ? അതും ആവാം. കുറെ ആളുകൾ അങ്ങനെ വരുന്നുണ്ട് ബേസിക്കലി.
അങ്ങനെ ശരിക്കും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നില്ല എന്നല്ല. ഇപ്പൊ ബേസിക്കലി ശരിക്കും കിട്ടുവാണെങ്കിൽ മേടിക്കാം, പക്ഷെ എന്താണ് ഇങ്ങനെ തുറന്നു പറയുന്നത്? സിവിൽ സർവീസിലേക്ക് വരുന്ന സമയത്തേക്ക് സിവിൽ സർവീസ് വൈ ഡു യു വാണ്ട് ടു ബിക്കം സിവിൽ സർവീസ് എന്ന് ചോദിക്കുമ്പോൾ ദർ ആർ വേരിയസ് ഓപ്ഷൻസ്. നമുക്ക് ഒരു ആൻസർ തന്നെ പറയണമെന്നില്ല അല്ലെ. പല പല കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളോട് ഇപ്പൊ ഷിഹാല് പറഞ്ഞു സർവീസ് ടു ദ നാഷൻ ആണ് അല്ലെ. സിവിൽ സർവീസിൽ എന്താണ് നമുക്ക് ആളുകൾക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സിവിൽ സർവീസ് തരുന്നുണ്ട്, വൈഡർ ഓപ്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കിക്കേ, സിവിൽ സർവീസിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പല അഡ്മിനിസ്ട്രേഷനിൽ പല പോസ്റ്റുകളിൽ നിങ്ങൾ ഇരിക്കേണ്ടി വരും. ആ പല പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ ആ പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻസിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഹെൽത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും, അതേപോലെ ഹോം മിനിസ്ട്രിയിൽ ഇരിക്കാൻ പറ്റും, നിങ്ങൾക്ക് പഞ്ചായത്ത് രാജിൽ ഇരിക്കാൻ പറ്റും. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോബില്. അപ്പം സിവിൽ സർവീസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ബേസിക്കലി ജാക്ക് ഓഫ് ഓൾ സ്പോട്ട് എന്ന് പറയും. കാരണം എന്താണ്, എല്ലാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വേറെ എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നോ തുടക്കം മുതൽ അവസാനം വരെ അതേ ജോലിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറുക, സ്കൂളിൽ ടീച്ചറായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും ടീച്ചറായിരിക്കും. റിട്ടയർ ആകുമ്പോൾ നിങ്ങൾ ആയിരിക്കും ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുണ്ടാവും. അതല്ലാതെ അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒന്നും വേറെ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് ജോബ് അവിടെ ഇല്ല അല്ലെ. രാവിലെ തൊട്ട് കഴിഞ്ഞ ഒരു 40-45 വർഷം നിങ്ങൾ അത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ജോബിൽ വരുന്ന എന്താണ് ഒരു ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ അതായിട്ട് റിട്ടയർ ചെയ്ത് പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പ്രൊഫസറാകും, സീനിയർ പ്രൊഫസറാകും. അതിൽ പണി എന്ത് തന്നെയാണ്, പ്രൊഫസർ തന്നെയാണ്. അപ്പൊ ഇവിടെ ചേഞ്ചസ് വരുന്നില്ല. പക്ഷെ സിവിൽ സർവീസ് ഈസ് ദ കരിയർ വിച്ച് ഗിവ് യു വൈഡർ ഓപ്ഷൻസ് ഓഫ് നിങ്ങളുടെ വെറൈറ്റി ഓഫ് കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാനും അതേപോലെ തന്നെ ആ കരിയർ ഓപ്ഷൻസിനകത്ത് ട്രൈ ഔട്ട് ചെയ്യാനും. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഫോർ എക്സാമ്പിൾ പഞ്ചായത്ത് രാജിൽ വർക്ക് ചെയ്യാം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം, റവന്യൂവിൽ വർക്ക് ചെയ്യാം, ഡിസ്ട്രിക്ട് കളക്ടർ ആവാം. അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസിൽ വർക്ക് ചെയ്യാം. വൈഡ് വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സിലും ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടാനും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്, കരിയർ വൈസ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മുമ്പിൽ വരുന്ന ഓരോ ഫയലുകളും ബേസിക്കലി എന്താണ്, ഓരോ ആളുകളുടെ ജീവിതമായിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആയി വരുമ്പോൾ നിങ്ങൾ അവിടെ വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് വെച്ചു കൊടുക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ യൂസുഫ് അലിക്ക് എന്ത് ചെയ്യാം, യൂസുഫ് അലിന്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാം. പക്ഷെ അവിടത്തെക്കാട്ടും നിങ്ങൾ എന്താ, ഒരു സാധാരണക്കാരന് നമുക്കിപ്പോ അങ്ങനെ കൊടുക്കാനുള്ള പൈസ നമ്മളിലില്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാതെ തന്നെ ഗവൺമെന്റിന്റെ ടാക്സ് മണി വെച്ച് തന്നെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ നേടിക്കെടുത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പൊ നമ്മളൊരു ഡിസ്ട്രിക്ട് കളക്ടറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് സർവീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും, കുറെ ആളുകൾക്ക് ഇപ്പം അവർക്ക് സ്ഥലത്തിന് പ്രോബ്ലം ചെയ്യാൻ പറ്റും, അവർക്ക് അവരെ എംപവർ ചെയ്യാൻ പറ്റും. ഓരോ സ്ഥലത്തെ പ്രോബ്ലം ഇത് മാത്രമല്ല, ചില ഹോസ്പിറ്റലിൽ നല്ല ബെഡില്ല, നല്ല ഡോക്ടർമാരില്ല, നല്ല മെഡിസിൻസ് ഇല്ല. അപ്പൊ നിങ്ങളെ മുമ്പിൽ വരുന്നത് എപ്പോഴും പ്രോബ്ലംസ് ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഒരു പോലീസുകാരന്റെ ജീവിതം. IPS ആയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. IPS ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു IPSന്റെ പോലീസ് സ്റ്റേഷനും ബാക്കിയുള്ള ഓഫീസും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ആലോചിക്കും, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലാം. ചിലപ്പോൾ ബിസിനസ്സുകാർ ചെല്ലാം, ചില കോൺട്രാക്ട് ചെയ്യാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെല്ലാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലാം. പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാവരും ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അതായത് ഒരു ജീവിതത്തിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ലാസ്റ്റ് റിസോർട്ടിൽ മാത്രം ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അപ്പൊ മറ്റ് ഗവൺമെന്റ് ഓഫീസിനെക്കാട്ടും ഇപ്പൊ ഒരു IPS ആവുന്ന ആളെ സംബന്ധിച്ച് നോക്കിയേ, അയാളുടെ മുന്നിൽ വരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നമില്ലാതെ വെറുതെ രാവിലെ പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ നമ്മളടുത്ത സ്ഥാപനമല്ലേ, നമ്മളൊന്നും കാണുന്നല്ലോ, ഒന്ന് കയറി ഒരു ഹായ് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയറുമോ? നിങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് കയറരുതെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ബേസിക്കലി പോലീസ് സ്റ്റേഷനിലേക്ക് if somebody coming to police station, then that person will be having some or other kind of problem in their life. So each and every person who comes to the police station, you get an opportunity to solve their issues അല്ലെ, ഒരാളുടെ ജീവിതത്തിലുള്ള പ്രോബ്ലം മാറ്റാൻ. ഇതേപോലെ തന്നെയാണ് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സും. അവിടെ കുറച്ചുകൂടി വൈഡ് ആണ്. പോലീസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എന്താണ് ലോ ആൻഡ് ഓർഡർ, ക്രൈം ബ്രാഞ്ച് കുറച്ചുകൂടി എന്താണ് സ്പെസിഫൈഡ് ആണ്. പക്ഷെ ഒരു അഡ്മിനിസ്ട്രേറ്റർ IAS ആകുമ്പോഴേക്കും കുറച്ചുകൂടി വൈഡ് ആണ്. അവിടെ പോളിസി മേക്കിംഗ് ഉണ്ട്, പോളിസി ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഡെലിഗേഷൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്ട്സ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗിലെ ക്രൈസിസ് മാനേജ്മെന്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു സംഭവം, ഒരു ഇഷ്യൂ നടക്കുന്നു, ഒരു സിറ്റുവേഷൻ നടക്കുകയെന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷൻ നടക്കുമ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ എന്ത് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ചുമതലയാണ്. ഇപ്പൊ നമ്മൾ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് കണ്ടു. അപ്പം വയനാട് നിങ്ങൾ ചിലപ്പോൾ IAS ഓഫീസറായിട്ട് അല്ലെങ്കിൽ കളക്ടറായിട്ട് ഒരു 4-5 വർഷം അല്ലെങ്കിൽ 2 വർഷം ആവുന്നേ ഉണ്ടാവുന്നുള്ളൂ. ഞാനിതുവരെ ലാൻഡ് സ്ലൈഡ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ലാൻഡ് സ്ലൈഡ് കാണിച്ച് നമുക്ക് ട്രെയിനിങ്ങും തരാൻ പറ്റുമോ? ഇതാണ് ലാൻഡ് സ്ലൈഡ്, ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ബുക്കിൽ വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കോൾ വരുന്നത് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു.
So you are getting an opportunity again to perform, to uplift yourself. അല്ലെ, നിങ്ങളെ പറ്റി എന്താണ് പുതിയതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനും നിങ്ങളുടെ കേപ്പബിലിറ്റീസ് വൈഡൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സർവീസ് ഓറിയന്റഡ് ആണ്. ആളുകളുടെ ജീവിതത്തിൽ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ബേസിക്കലി സിവിൽ സർവീസ്. അതേപോലെ നിങ്ങളുടെ കരിയർ, നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിനകത്ത് ബെനിഫിറ്റ് വേണം അല്ലെ. കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൺ ഓഫ് ദ ഹയസ്റ്റ് എന്താണ് ഹോണറിങ് കിട്ടുന്ന അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് സർവീസസ് എന്ന ഹൈലി റെസ്പെക്ട്ഫുൾ സർവീസസ് ആണ്. ഒരു മിഡിൽ ക്ലാസ് പേഴ്സണെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചോളം, ഒരു ലോവർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചോളം ഏറ്റവും ഒരു ദിവസം കൊണ്ട് ടോപ്പ് ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുന്ന ഈസിയസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ്. നിങ്ങൾ ബാക്കി എല്ലാ റൂട്ടും നോക്കി നിങ്ങളിപ്പോ ഒരു ബിസിനസ്സുകാരനായി രക്ഷപ്പെടണം, യൂസുഫ് അലീനെ പോലെ അത്ര എത്തണം. പക്ഷെ വെരി ഡിഫിക്കൽട്ട്, യു ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ഇയേഴ്സ്. ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ടു ഗെറ്റ് സിവിൽ സർവീസ് ഇസ് എ മാറ്റർ ഓഫ് നിങ്ങൾ പഠിക്കുന്ന ഒരു ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരുന്ന ഒരു ഫൈനൽ റിസൾട്ടിൽ ഒരു ദിവസത്തെ റിസൾട്ടിൽ പിറ്റേന്ന് തൊട്ട് നിങ്ങൾ എന്താണ് ഹൈലി റെസ്പെക്ട്ഫുൾ പൊസിഷൻ ഓഫ് പാർട്ടായി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയായി. നിങ്ങളുടെ ഫാമിലി ഇന്ന് വരെ നിങ്ങളെ പേര് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഇന്ന ആളുടെ മോൻ, ഇന്ന ആളുടെ മകൾ എന്ന് പറഞ്ഞ് അറിഞ്ഞിരുന്ന നിങ്ങളെ നാളെ മുതൽ നിങ്ങളെ പാരന്റ്സിന് എന്തോ IAS ആയ ആ ചെക്കന്റെ അച്ഛനല്ലേ, ആ ചെക്കന്റെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെ അമ്മയല്ലേ, അച്ഛനല്ലേ എന്ന് പറയുന്നു. സോ ഇന്ന് വരെ പാരന്റ്സിന്റെ പേരിൽ അറിയപ്പെട്ട നിങ്ങളെ നാളെ പാരന്റ്സ് നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കാലം വരുന്നത് വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ഹൈലി റെസ്പെക്ട്ഫുൾ എക്സാമിനേഷൻ കൂടിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം വരുത്താൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ്. അതുകൊണ്ട് തന്നെ ഹൈലി റെസ്പെക്ട്ഫുൾ ആണ്. അതുകൊണ്ടാണ് ദിസ് ഈസ് ദ ഓൺലി എക്സാമിനേഷൻ യു വിൽ ഗെറ്റ് റെസ്പെക്റ്റഡ് ഈവൻ ബിഫോർ യു ക്ലിയർ ഇൻ ദിസ് എക്സാമിനേഷൻ. വേറെ ഒരു എക്സാമിനെ നിങ്ങൾ പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ മൈൻഡ് ആക്കൂല. പക്ഷെ നിങ്ങൾ സിവിൽ സർവീസിന് പഠിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ഈവൻ ക്ലിയർഡ് പ്ലീസ്. നിങ്ങൾ പഠിക്കോ ഇല്ലയോ ഒന്നും ആർക്കറിയില്ല. പക്ഷെ ദ മൊമെന്റ് യു സെഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു സ്റ്റഡി ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ, പീപ്പിൾ ആർ ബെഡിയ ബാത്ത്. വൈ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ഹൈലി റെസ്പെക്ട്ഫുൾ ജോബ് ആണ്. സോ സിവിൽ സർവീസിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? വൈഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് എന്താണ് നേഷനെ സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലീഡർഷിപ്പ് റോൾസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ എന്താണ് ഡയറക്ട്ലി ലീഡർഷിപ്പ് പൊസിഷനിലാണ്. അതായത് 21 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാം എന്നാണ് UPSC പറയുന്നത്. അതായത് 22 വയസ്സിൽ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റിന്റെ ചുമതല, അസിസ്റ്റന്റ് കളക്ടറായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റിന്റെ ചുമതല തരാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വരുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിലുള്ള കളക്ടറിന് താഴെയുള്ള എല്ലാ രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസവും നിങ്ങളുടെ അണ്ടറിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിനെ, ഒരു വലിയൊരു ബ്യൂറോക്രാറ്റ് ബോഡിനെ കൺട്രോൾ ചെയ്യുക, അവരെ മുന്നോട്ട് നയിക്കുക, അവർക്ക് ലീഡർഷിപ്പ് റോൾ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോബാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ലീഡർഷിപ്പ് ഡിസിഷൻ മേക്കിംഗ് റോൾ എന്താണ് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സിവിൽ സർവീസ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ ഡൈവേഴ്സ് കരിയർ ഓപ്ഷൻ ആണ്. സൊസൈറ്റിയിൽ എന്താണ് ഹൈലി റെസ്പെക്ട്ഫുൾ പൊസിഷൻ ആണ്, റെസ്പെക്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരി തന്നെയാണ്. ഇതൊക്കെ അതിന്റെ എന്താണ് ഗ്രീൻ സൈഡ് ആണ് അല്ലെ. വളരെ അടിപൊളിയാണ്. സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, നല്ല വണ്ടി കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ചില ആളുകൾ സിവിൽ സർവീസിന് വരുന്നത് നല്ല കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സർവീസ് ആകാൻ വരുന്ന ആളുകളുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉള്ളതാണ്. കുറെ പേര് എന്ത് ചെയ്യും, നല്ല പാർട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പാർട്ണർ കിട്ടണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിന് വന്ന് പഠിച്ച് അതിനകത്ത് എന്ത് ചെയ്യാം, ബേസിക്കലി ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ്. സോ അങ്ങനെയും വരുന്ന ആളുകളുണ്ട്. സോ ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് നീഡാണ്. ദീസ് ആർ ഓൾ ഗ്രീൻ സൈഡ്. ബട്ട് അതിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ഓറിയന്റേഷൻ ഉദ്ദേശം എന്താണ്? ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പൊ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എക്സാം എന്താണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ഇത് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത്. ഒന്നാമത്തെ റീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഒന്ന് ഇതിന്റെ ഡിസൈൻ ഓഫ് എക്സാമിനേഷൻ ആണ്. അതായത് 3 സ്റ്റേജുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് 3 സ്റ്റേജുകൾ എന്ന് പറയുന്നത് ഒന്ന് പ്രിലിമിനറി സ്റ്റേജ്, അതേപോലെ തന്നെ 2 മെയിൻസിന്റെ സ്റ്റേജും ഒന്ന് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ സ്റ്റേജ്. ഓക്കെ, സോ മെയിൻസ് ഉണ്ട്, പ്രിലിമിനറി ഉണ്ട്, ഇങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എക്സാമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ എക്സാമിന്റെ ഫുൾ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം മെയ് മാസത്തിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഏകദേശം ഫൈനൽ റിസൾട്ട് വരുന്ന അടുത്ത വർഷം മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും റിസൾട്ട് വരിക. സോ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ സ്പാൻ ഓഫ് ടൈമിലേക്ക് തന്നെ എക്സാമിനേഷന്റെ ത്രൂ ഔട്ട് പ്രോസസ്സ് തന്നെ എത്രയാണ്, 1 വർഷമുണ്ട്. ഇനി ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് ഒരു 1 ഇയർ പഠിക്കുകയും വേണം. അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയേ, ഒരു 1 ഇയർ പഠിക്കുന്നു, ഒരു 1 ഇയർ എക്സാമിനേഷന്റെ പ്രോസസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 2 ഇയറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ് ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെന്താണ്, ഇത് വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ആയതുകൊണ്ടും വൺ ഓഫ് ദി ഒരുപാട് സബ്ജക്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത് കൊണ്ടും നമുക്ക് അതിൻ്റെതായ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു ഫാക്ടർ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 1 വർഷം ഈ എക്സാം എഴുതാൻ വരുന്ന അപ്ലൈ
അപ്ലൈ ചെയ്യുന്നവരുടെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം പേര് എന്ത് ചെയ്യുന്നുണ്ട് ഒരു വർഷം ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ 10 ലക്ഷത്തിൽ ഏകദേശം 4.5 ലക്ഷം, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ 2024 കണക്ക് 25 കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4,68,000 പേരാണ് പ്രിലിംസ് എന്ത് ചെയ്തത് അപ്പിയർ ചെയ്തത്. 10 ലക്ഷം പേര് എന്ത് ചെയ്യുന്നു ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൽ എക്സാം എഴുതിയത് 4,68,000 പേര്. ബാക്കി 5 ലക്ഷത്തി ബേസിക്കലി 28,000 പേരോ 32,000 പേരോളം എന്ത് ചെയ്തു ആദ്യ എക്സാമിന് മുന്നേ തന്നെ പേടിച്ച് പരിപാടി നിർത്തി. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, അവർക്ക് അത്ര കോൺഫിഡൻസ് വന്നില്ല, അവർ എഴുതിയില്ല എന്ന് വിചാരിക്കാം. ബാക്കി 4,68,000 പേരാണ് നെറ്റ് എഫക്ട് എന്ത് ചെയ്യുന്നത് പ്രിലിംസ് 2025 അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 4,68,000 പേര് 10 ലക്ഷം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, 4,68,000 പേര് എഴുതുന്നു. അപ്പം ഇതാണ് പ്രിലിമിനറി സ്റ്റേജ്. ഈ പ്രിലിമിനറി സ്റ്റേജിൽ നിന്ന് നമ്മൾ ഫൈനലായിട്ട് ഓൾമോസ്റ്റ് ഒരു 14,000 പേരെയാണ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്യുന്നത് മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. സോ പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്ന ഒരു എക്സാം മാത്രമാണ് എന്തെന്ന് പറയുന്നത് പ്രിലിംസ് എന്ന് പറയുന്നത്. സോ പ്രിലിംസ് എന്താണ്? ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ 14,000 നിങ്ങൾ ഇതിനകത്ത് എന്താണ് ക്വാളിഫൈഡ് ആണോ, നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ബേസിക്കലി ഇതിനകത്ത് നോക്കുന്നത്. അപ്പൊ ഈ 14,000 പേരിൽ നിങ്ങൾ മെയിൻസ് എഴുതുന്നു. മെയിൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. എന്താണ് മെയിൻസിൽ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ മെയിൻസ് രണ്ടാം സ്റ്റേജ് 14,000 പേര്. ഈ 14,000 പേരിലെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത് ഓൾമോസ്റ്റ് എത്ര പോസ്റ്റ് വേക്കൻസി ഉണ്ടോ അതിന് ഇൻറ്റു 3 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ലെറ്റ്സ് സേ ദാറ്റ് അറൌണ്ട് 3,000 ആളുകൾ എന്ത് ചെയ്യുന്നു ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് പോകുന്നു. സോ ഒരു 1,000 വേക്കൻസി ഉണ്ടെങ്കിൽ 3,200 ആളുകൾ എന്ത് ചെയ്യും, ഒരു മാർജിനിൽ 3,200 പേര് എന്ത് ചെയ്യുന്നത് ഇന്റർവ്യൂവിന് പോകുന്നു. സോ ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ 3,000 പേരാണ് UPSCയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ 3,000 പേരിൽ ഓൺ ആൻ ആവറേജ് ലെറ്റ്സ് സേ ദാറ്റ് 1,000 പീപ്പിൾ എന്ത് ചെയ്യുന്നു ഒരു വർഷം സിവിൽ സർവീസിലേക്ക് വരുന്നു. അതിൽ തന്നെ ജനറൽ കാറ്റഗറി ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ടോപ്പ് 70 റാങ്കിൽ വരുന്ന ആളുകൾ IAS ആവുന്നു. ഇഫ് യു ആർ എ ജനറൽ കാറ്റഗറി സ്റ്റുഡന്റ്. ഓക്കെ, അതിൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 150 വരുന്ന ആളുകൾ അല്ലെങ്കിൽ 200 വരുന്ന ആളുകൾ IPS ആവും. So depends on ranks and your preferability അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. So this is why this is one of the thing that it is said that it is one of the difficult examination because ഇത്രയും കോമ്പറ്റീഷൻ ആണ് അല്ലെ. 10 ലക്ഷം ആളുകൾ എഴുതിയിട്ട് അവസാനത്തേക്ക് നോക്കിക്കേ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 70 പേരിലേക്ക് അല്ലെങ്കിൽ നമുക്ക് 1000 പേരാണ് എന്ത് ചെയ്യുന്നത് ഫൈനലായിട്ട് ലിസ്റ്റിലേക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതൊരു ഫാക്ടറാണ് ഈ എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആക്കുക, അല്ലെങ്കിൽ ഇത് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ എന്ന് പറയാൻ കാരണം. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനൊരു ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ആവുന്നത്, ശരിക്കും ഇതൊരു ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ഇതൊക്കെയാണ് കോമ്പറ്റീഷൻ എന്നുണ്ടെങ്കിലും 10 ലക്ഷം പേരാണ് ബേസിക്കലി അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് ഒരു വർഷം ഓൺ ആൻ ആവറേജ് സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന യഥാർത്ഥത്തിൽ റൈറ്റ് ഓറിയന്റേഷനോട്, ഇപ്പൊ നിങ്ങൾ മുന്നേ ഒക്കെ സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് 2-3 പേരിനകത്ത് ഉണ്ടെന്ന് പറയുന്നു, ഡയറക്റ്റ് റൈറ്റ് ഓറിയന്റേഷനിലും നല്ല ഗൈഡൻസിലോടുകൂടി പ്രിപ്പയർ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 50,000 സ്റ്റുഡൻസ്. ഓക്കെ, സോ അറൌണ്ട് 50 to 1 lakh, ലെറ്റ്സ് സേ ദാറ്റ് 1 lakh തന്നെ എടുത്തു, അല്ലെങ്കിൽ 50,000 1 lakh തന്നെ എടുത്തു. ഇനിയിപ്പോ അതിനകത്ത് കുറയ്ക്കേണ്ട ഒരു 1 lakh ആളുകളാണ് ആക്ച്വലി നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 9 ലക്ഷം ആളുകളോ, 9 ലക്ഷം ആളുകൾ സിവിൽ സർവീസ് ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാവാം. അതിനകത്ത് തന്നെ 5.5 ലക്ഷം ആളുകൾ അല്ലെങ്കിൽ 5 ലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ദേ ആർ നോട്ട് വെരി സീരിയസ് ആസ്പിറൻസ്, ദേ ആർ ആക്ച്വലി എന്താണ് ആഗ്രഹമുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എഴുതാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ എഴുതാൻ പേടിയാണ്, പഠിച്ച് ശരിയായില്ല. ബാക്കിയുള്ള 3-4 ലക്ഷം ആളുകളോ ദേ ആർ ടേക്കിംഗ് കോച്ചിങ് ചെയ്യുന്നുണ്ട്, അവർ പോകുന്നുണ്ട്, അവർ എക്സാം എഴുതുന്നുണ്ട്, പക്ഷെ നോട്ട് ഗെറ്റിംഗ് റൈറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് ഇരുന്ന് പഠിക്കുന്നില്ല. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്ന എന്ന് പറയുന്ന ആക്ച്വൽ നമ്പർ, ഇതൊക്കെയാണ് വലിയ നമ്പർ എങ്കിലും ഇൻ റിയാലിറ്റി UPSC എക്സാമിനേഷൻ കോമ്പറ്റീഷൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ലോവസ്റ്റ് കോമ്പറ്റീഷൻ ഓഫ് എനി അതർ എക്സാമിനേഷൻ. വേറെ ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും കൂടുതൽ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരള PSCക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ആളുകൾ എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ, അതായത് ആക്ച്വലി സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കിക്കേ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ആകെ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് ലെസ് ദാൻ 1 lakh സ്റ്റുഡൻസ് ആയിരിക്കും. ഇതാണ് റൈറ്റ് ഡയറക്ഷൻ. നിങ്ങളുടെ ആക്ച്വൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ആക്ച്വൽ കോമ്പറ്റീഷനിൽ നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നതും ലെസ് ദാൻ 1 lakh ആളുകളുമായിട്ടാണ്. ബാക്കിയുള്ള ആളുകൾ അൾട്ടിമേറ്റ്ലി എന്താണ്, ദർ ഈസ് എ ക്രൗഡ്, ബട്ട് ദാറ്റ് ക്രൗഡ് ഈസ് നോട്ട് ദി സീരിയസ് ക്രൗഡ്. ഇവർ എന്താണ്, ഇതൊരു ക്രൗഡ് മാത്രമേ ഉള്ളൂ. ഈ ക്രൗഡ് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഉണ്ടാവും, പക്ഷെ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതിലേക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, റൈറ്റ് ഡയറക്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ ലോസ്റ്റ് പീപ്പിൾ. ദിസ് ഈസ് യു ഷുഡ് ബി ഇൻ ദിസ് സർക്കിൾ. ഈ 1 lakhന്റെ ഉള്ളിൽ നിങ്ങളും വരിക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, റൈറ്റ് ഡയറക്ഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുന്ന ഒരു 1 lakh ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു 1 lakhന്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തുക എന്ന് കഴിഞ്ഞാൽ യുവർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു സിവിൽ സർവീസ് വിൽ ബി വെരി ഹൈ. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഈ എക്സാം നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ 3 സ്റ്റേജസ് എന്തൊക്കെയാണ്, ഈ 3 സ്റ്റേജസിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് എന്ന് ഞാൻ പറയുന്നു.
ഈ പ്രിലിമിനറി സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസിക്കലി നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൻസ് എഴുതാൻ വേണ്ടി ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് മാത്രം നോക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് പ്രിലിംസ്. ദാറ്റ് മീൻസ് preliminary examination pass ആയതുകൊണ്ട് you never become an IAS officer. That means prelims cannot make you an IAS officer, but prelims can stop you become an IAS officer എന്നുള്ളതാണ്. അതായത് പ്രിലിംസ് നിങ്ങൾ ഒരിക്കലും ഒരു IAS ഓഫീസർ ആക്കില്ല, പക്ഷെ പ്രിലിംസിന് എന്തിനുള്ള പവർ ഉണ്ട്? നിങ്ങൾ IAS ഓഫീസർ ആക്കാതിരിക്കാനുള്ള പവർ പ്രിലിംസിന് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് പ്രിലിംസ്. കാരണം പ്രിലിംസ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ മെയിൻസ് എഴുതാൻ പറ്റുമോ ഇല്ലയോ. ഒരു ടെസ്റ്റ് എന്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ക്രൗഡ് ഉണ്ട്. ഇത് എന്താണ്, സീരിയസ് ക്രൗഡ് അല്ല. ഈ ക്രൗഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ മാത്രമാണ് പ്രിലിംസ്. സോ ദാറ്റ് ദേ ആർ ആക്ച്വലി സെലക്ടിങ് ദ ഫ്യൂ പീപ്പിൾ ഹു ആർ വെരി സീരിയസ് അബൌട്ട് ദ പ്രിപ്പറേഷൻ. സോ 14,000 ആളുകളെ കിട്ടുന്നു. സോ ഇവിടെ തൊട്ടാണ് ആക്ച്വൽ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ സിവിൽ സർവീസിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. സോ പ്രിലിംസ് ഈസ് കൈൻഡ് ഓഫ് ആൻ എലിമിനേഷൻ. ബട്ട് പ്രിലിംസ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ പ്രിലിംസ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഒരു IAS ഓഫീസർ ആവുന്നില്ല. പക്ഷെ മെയിൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യത്തിലും ഡിറ്റർമൈൻ ചെയ്യുന്നത്. പക്ഷെ അതിനർത്ഥം പ്രിലിംസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണോ? അല്ല. കാരണം എന്താണ്, പ്രിലിംസ് നിങ്ങൾ IAS ഓഫീസർ ആക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ IAS ഓഫീസർ ആക്കാതിരിക്കാനും പ്രിലിംസിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കലി ഇന്നത്തെ. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രിലിംസിനകത്ത് വരുമ്പോൾ പ്രിലിംസിൽ 2 പേപ്പറുകളാണുള്ളത്. ഒന്ന് പേപ്പർ 1 ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് പേപ്പർ 2 എന്ന് പറഞ്ഞ 2 പേപ്പറുകളാണ് ഉള്ളത്. ഈ പേപ്പർ 1 നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ സ്റ്റഡീസ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ പേപ്പർ 2 നമുക്ക് വേണമെങ്കിൽ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CSAT എന്നുള്ള രീതിയിലും വിളിക്കാം. ഓക്കെ, ഇനി ഇവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഈ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിലാണ് നമ്മൾ പൊതുവെ പറയുന്നത്, നമ്മളിപ്പോൾ ജനറൽ നോളജ് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ് ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ വരുന്നത്. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ കൃത്യമായിട്ട് UPSC എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് പഠിക്കണം എന്നുള്ളതിന് ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. പൊതുവെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങളോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും, ഭൂമിയിലോ അല്ലെ സൂര്യന് കീഴിലുള്ള എല്ലാ സാധനവും പഠിക്കണം, ലോകത്തുള്ള എല്ലാത്തിനെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാവണം. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതായത് പൊതുവെ സിവിൽ സർവീസിനെ പറ്റി നിങ്ങളോട് ഉപദേശിക്കുന്ന പല ആളുകളും സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്താന്ന് പോലും അറിയാത്ത ആളുകളായിരിക്കും. അവർ പൊതുവെ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും ആരെങ്കിലും കണ്ട വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വെറുതെ കത്തിയടിക്കുന്ന ആളുകളായിരിക്കും. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ അവർക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷന് പഠിക്കുക എന്ന് പറയുന്ന ആ മുതൽ നിങ്ങൾ കാണുന്ന എല്ലാവരും നിങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യും. ബട്ട് ആക്ച്വലി ഈ എക്സാമിനേഷനെ സംബന്ധിച്ചോളം ലോകത്തിലുള്ള എല്ലാ സാധനം പഠിക്കണമെന്നൊന്നുമില്ല. കൃത്യമായിട്ട് UPSC എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് പഠിക്കണം എന്നുള്ളത് UPSC സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മേജർ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് പ്രിലിംസിനകത്ത് ജനറൽ സ്റ്റഡീസിൽ ഞാൻ പറഞ്ഞു, ജനറൽ സ്റ്റഡീസിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും അല്ലെ, ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ റൈറ്റ് ആൻസർ ഏതാന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്ന എക്സാമിനേഷന്റെ പാറ്റേൺ. അപ്പൊ പേപ്പർ 1 ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 200 എന്ത് ചെയ്യുന്നത് പ്രിലിംസിന്റെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/3 എന്താണ്, നെഗറ്റീവ് ആണ്. സോ ഓരോ ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെനാലിറ്റി മാർക്കിംഗ് ഉണ്ടാവും. സോ 1/3 എന്താണ്, ഒരു 2 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ 2ന്റെ 1/3 അതായത് 0. എന്താണ് ബേസിക്കലി 6 മാർക്ക് എന്താണ് നിങ്ങൾക്ക് പെനാലിറ്റി ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, സോ ആ രീതിയിലാണ് ബേസിക്കലി മാർക്കിംഗ് പാറ്റേൺ കിടക്കുന്നത്. ഇനി എന്തൊക്കെ ഇതിനകത്ത് പഠിക്കണം, നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട സാധനങ്ങളാണ്. ഇപ്പം ഹിസ്റ്ററി പഠിക്കണം, ഹിസ്റ്ററി തന്നെ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കണം, മെഡിവൽ ഹിസ്റ്ററി പഠിക്കണം, മോഡേൺ ഹിസ്റ്ററി പഠിക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി ജോഗ്രഫി പഠിക്കണം. ഓക്കെ, പൊളിറ്റി പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കണം, എക്കണോമിനെ പറ്റി പഠിക്കണം, എൻവയോൺമെന്റ് പഠിക്കണം. ഓക്കെ, അതേപോലെ സയൻസ് ആൻഡ് ഒക്കെ പഠിക്കണം. വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് അല്ലെ. ഇത് കാണുമ്പോൾ തന്നെ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തി പോകാൻ വേണ്ടി നമുക്ക് തോന്നും. കാരണം എന്തോ ഒരു സാധനം പഠിക്കാനുള്ള നോക്കും, ഒരു മനുഷ്യനെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ ഇതെല്ലാം കൂടി നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി എന്താവും, ഇല്ലാതായി പോകും. അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് എന്താണ് പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ ഒന്നും നമ്മൾ എക്സ്പേർട്ട് ആവണ്ട എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇന്നേ വരെ പഠിച്ചതല്ലാതെ ഇതിൽ നമ്മൾ ഇന്നേ വരെ നിങ്ങൾ ഇത്രയും കാലം എന്ത് പഠിച്ചോ അത് തന്നെയാണ് UPSC ചോദിക്കാൻ പോകുന്നുള്ളൂ. ദാറ്റ് മീൻസ് വാട്ട് എവർ യു സ്റ്റഡീഡ് ഫ്രം യുവർ 6th ക്ലാസ് ടു യുവർ 12th ക്ലാസ്, അതാണ് UPSCയുടെ ഈ ടോപ്പിക്കുകളിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് +2 വരെയുള്ള നിങ്ങൾ എന്ത് പഠിച്ചു, +2 വരെ പാസ്സായതിനു ശേഷം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും +2 പാസ്സായവരാണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് +2 പഠിച്ചോ ആ +2 വരെ പഠിച്ച സാധനങ്ങൾ തന്നെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് UPSC എക്സാമിനേഷനിലും ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മളിവിടെ ഫൗണ്ടേഷൻ ആയിട്ട് നിങ്ങളോട് റീഡ് ചെയ്യാൻ പറയുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ബുക്കുകൾ എന്താണ്, NCERT ബുക്കുകളാണ്. ഈ NCERT ബുക്കുകൾ തൊട്ട് 6ാം ക്ലാസ് മുതലുള്ള 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്കുകൾ. അപ്പൊ നോക്കിക്കേ, ശരിക്കും നിങ്ങൾ എന്ത് പഠിച്ചു ഇത്രയും കാലം, ആ പഠിച്ചത് തന്നെയാണ് ആക്ച്വലി സിവിൽ സർവീസ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് അല്ലെ. നമ്മൾ പണ്ട് പഠിച്ചു എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല.
നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്നുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു. നമുക്ക് ഇത് എന്താ ഉപയോഗിക്കേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. കാരണം എന്താണ്, നമ്മൾ അങ്ങ് പഠിച്ചു. എന്തിനാ നമ്മൾ പഠിച്ചത്? നമുക്ക് മാർക്ക് കിട്ടാൻ പഠിച്ചു, അതിനാവശ്യം നമ്മൾ മറന്നുപോയി. പക്ഷെ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠനത്തിന്റെ രീതിയിൽ ചെറിയ കാര്യങ്ങൾ കൂടി പഠിക്കും. എന്താണ്, നമ്മൾ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പഠിത്തമായിരിക്കും നമ്മൾ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഇത് നമുക്ക് വേറെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സിവിൽ സർവീസിന്റെ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കാം. എന്തിനായിരിക്കും ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്? നമുക്ക് കാണാതെ പഠിച്ചത് അങ്ങ് ഫാക്ട് ആൻഡ് ഇൻഫർമേഷൻ. നിങ്ങൾ PSC ഇപ്പൊ PSC ഈ ഒരു UPSC ലെവലിലേക്ക് മാറി. ഇപ്പൊ PSC ഒക്കെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്ന എല്ലാവരും എന്താണ് ബേസിക്കലി UPSC, മിക്കവരും മജോറിറ്റി ആസ്പിരൻസ് UPSCയിൽ പഠിച്ച ആളുകൾ തന്നെയാണ് PSC എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്. കാരണം PSCയുടെ പാറ്റേൺ ഇപ്പൊ എങ്ങനെയാണ്, ഏകദേശം UPSC എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ തന്നെയാണ് PSC എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു ക്വസ്റ്റ്യന്റെ പ്രിലിംസിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് 200 നമുക്ക് മാർക്ക് മേടിക്കണം. അതേപോലെ CSAT എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, അതാണ് പേപ്പർ 2. ഇതും എന്താണ്, ഇതിനകത്ത് പക്ഷെ 80 ക്വസ്റ്റ്യൻസേ ഉള്ളേ ലാബായില്ലേ. പക്ഷെ എത്ര മാർക്ക് ഉണ്ട്, 2.5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും എത്രയാണ്, 200 മാർക്കിലാണ്. പക്ഷെ ഈ CSAT എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബേസിക്കലി കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ മെന്റൽ എബിലിറ്റി. അപ്പൊ ഇവിടെ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്, മാത്തമാറ്റിക്സ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള 10ാം ക്ലാസ് ലെവലുള്ള മാത്സ്. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി അത്രയുള്ള മാത്സുകളൊന്നുമല്ല, +2 ലെവലൊക്കെയുള്ള മാത്സ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അതിന്റെ മുകളിലുള്ള മാത്സുകളും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വായിച്ചിട്ട് അതിന്റെ അസംഷൻസ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ. ലോജിക്കൽ റീസണിങ് എന്തൊക്കെയായിരിക്കും, ഇപ്പൊ പല രീതിയിലാവാം. സിലോജിസം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ടേബിളിന് ചുറ്റും കുറെ ആള് ABCD ഇരുത്തിയിട്ട് A ഇപ്രയാണ്, B ഇപ്രയാണ്, C അങ്ങനെയാണെങ്കിൽ D ഇപ്രയാര് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്ന സാധനങ്ങളാണ് ലോജിക്കൽ റീസണിങ്. ഒരു ഇങ്ങനെ ഗെയിം കളിക്കുന്ന പോലെ ഉണ്ടാവും. സോ ഇതാണ് ബേസിക്കലി CSAT. ഈ CSAT പക്ഷെ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, CSATൽ കുറെ മാർക്കൊന്നും മേടിക്കണമെന്നില്ല. CSAT ഒരു ക്വാളിഫൈങ് പേപ്പറാണ്. ക്വാളിഫൈങ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, CSAT പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ 1ലെ മാർക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമുള്ളൂ. അതായത് പേപ്പർ 1ന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രിലിംസ് കയറുമോ ഇല്ലയോ എന്നുള്ളതിന്റെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് പേപ്പർ 1ന്റെ മാർക്കാണ്. പക്ഷെ പേപ്പർ 1ന്റെ മാർക്കിൽ ലെറ്റ്സ് സേ ദാറ്റ് പേപ്പർ 1ൽ നിങ്ങൾക്ക് 200ൽ 150 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ CSATൽ മിനിമം മാർക്ക് വേണം, അതായത് 1/3 CSATൽ നിങ്ങൾക്ക് മാർക്ക് വേണം. അതായത് 66.6 മാർക്ക് CSATൽ നിങ്ങൾ കയറി കഴിഞ്ഞാലേ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ CSATൽ 65 മാർക്ക് നിങ്ങൾക്ക് CSATന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 150 കിട്ടി, അതുകൊണ്ട് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യോ ഇല്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, CSATൽ 200ൽ നിങ്ങൾ 180 മേടിച്ചു. പക്ഷെ ഇവിടുത്തെ മാർക്ക് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് ലെറ്റ്സ് സേ ദാറ്റ് 90 മാർക്കാണെന്ന് വിചാരിക്കുക. കട്ട് ഓഫിന് ഭാഗത്ത് നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ പ്രിലിംസ് ക്ലിയർ ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം, CSATൽ മിനിമം 66 മാർക്ക്, 66.6 മാർക്ക്, 1/3 മാർക്ക് മേടിക്കണം. GS1ൽ അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ 1ൽ എന്ത് ചെയ്യണം, കട്ട് ഓഫ് മാർക്കിനെക്കാട്ടും കൂടുതൽ മാർക്ക് മേടിക്കണം. അപ്പൊ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇത്രയും കോമ്പറ്റീഷൻ ഒക്കെ വരുന്ന എക്സാം അല്ല. അപ്പൊ വലിയ കട്ട് ഓഫ് വരില്ലേ. ഇപ്പൊ 200ൽ എത്രയായിരിക്കും പൊതുവെ സിവിൽ സർവീസിന്റെ ഒരു കട്ട് ഓഫ് വരുന്നത്, നിങ്ങളുടെ ഒരു ഗസ് എന്തായിരിക്കും? നിങ്ങൾ ആലോചിക്കുക, സിവിൽ സർവീസ് വലിയൊരു എക്സാം. അപ്പൊ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് ഫുള്ള് ഭുജികൾ ഓഫ് ദി അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിന്റെ ഒരു പ്രിലിംസ് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് വേണ്ടി വരും 200ൽ? ചെറുതൊരു ഗസ് എടുത്ത് നോക്കിക്കേ, എത്ര മാർക്ക് ഉണ്ടെങ്കിൽ കയറാൻ പറ്റും? വെറുതെ തെറ്റിക്കോട്ടെ, നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഏകദേശം എത്ര മാർക്ക് കിട്ടി കയറും? നിങ്ങൾക്കൊരു എക്സാം 120 എന്ന് പറയുന്ന ഒരാള്, ഓക്കെ. പിന്നെ വേറെ ഗസ്, 200ൽ ഒരു 120 മാർക്ക് ഉണ്ടെങ്കിൽ കയറാൻ പറ്റുന്ന ഒരാൾ വരുന്നു, ഓക്കെ. 150, വെരി ഗുഡ്. അതാണ് ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ്, കണ്ടില്ലേ? പിന്നെയോ അറൌണ്ട് 45%, ഓക്കെ. പിന്നെ ഓക്കെ, നമുക്ക് ശരിക്കും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 92.6 മാർക്കാണ്, അത് ഔട്ട് ഓഫ് 200. അതായത് 200ൽ 92.6 മാർക്ക് കഴിഞ്ഞ വർഷം 2025 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസ് എഴുതാൻ പറ്റും. ഇഫ് യു ആർ ജനറൽ കാറ്റഗറി. OBC ആണെങ്കിൽ 92, വലിയ OBCയിൽ വലിയ പ്രിലിംസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 0.6 വ്യത്യാസം വരുള്ളൂ. അപ്പൊ ബേസിക്കലി OBC ആണെങ്കിൽ 92 മാർക്ക്. അപ്പൊ 92 മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പ്രിലിംസ് എഴുതാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ, നേരത്തെ പറഞ്ഞ അറൌണ്ട് 45% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസിന്റെ മെയിൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ വരും. ഇനി ഈ വർഷം 2026ന്റെ പ്രിലിംസ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ 2026ന്റെ പ്രിലിംസ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ കട്ട് ഓഫ് വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യുന്ന എന്താണ്, ഇറ്റ് വിൽ ബി ലെസ് ദാൻ 75 മാർക്ക് എന്നുള്ളതാണ്.
ആലോചിച്ച് നോക്കി, ഔട്ട് ഓഫ് 275 മാർക്കിൽ താഴെ മതി ബേസിക്കലി സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈസിയാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വാട്ട് ഐ എം സെയിങ് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു സ്കോർ 200 എന്താണ് ഒരു 50% മാർക്കിന്റെ താഴെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെയിൻസ് എഴുതാൻ ക്വാളിഫൈഡ് ആവുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇത് നേരെ മറിച്ച് ബാക്കി നിങ്ങൾ ഏത് എക്സാം എടുത്ത് നോക്കിക്കേ, ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇപ്പം 50%-നെക്കാട്ടും മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ നീറ്റിന്റെ എക്സാം എടുക്കാം. നീറ്റിന്റെ എക്സാമിനേഷന്റെ സിലബസ് നോക്കാം നമുക്ക് അല്ലെ. നീറ്റിന്റെ എക്സാമിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും +2 വരെയുള്ള NCERTs ആണ് നമുക്ക് നീറ്റിനും വായിക്കേണ്ടത്. സിവിൽ സർവീസിന്റെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ സർവീസിനും +2 വരെയുള്ള NCERT ആണ് വായിക്കുന്നത്. സോ ദർ ആർ 2 എക്സാമിനേഷൻ. രണ്ടിന്റെയും വായിക്കേണ്ട ഏകദേശം ബുക്കുകൾ ഒന്നാണ്. സബ്ജക്റ്റുകൾ വ്യത്യാസമുണ്ട്, പക്ഷെ വായിക്കേണ്ട ബുക്കുകൾ എന്താണ്? +2 ലെവലുള്ള NCERT ആണ്. ഇവിടെയും +2 വരെയുള്ള NCERTs ആണ്. അപ്പൊ രണ്ടിനും +2 വരെയുള്ള NCERT ആണ്. നീറ്റിനും +2 വരെ NCERT ആണ്, സിവിൽ സർവീസിനും +2 വരെയുള്ള NCERT ആണ്. പക്ഷെ നീറ്റിന് നമുക്ക് എന്താ ഒരു 80%-ന്റെ മുകളിലൊക്കെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചില ആളുകൾ 90%-ന്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. ഓക്കെ, 50% താഴേക്കാണ് നീറ്റിന് സ്കോർ ചെയ്യുന്നതെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട. അപ്പം സ്വാഭാവികമായിട്ടും ഒരേ ബുക്ക് പഠിക്കുന്ന ഒരു എക്സാമിനേഷനിൽ, അതായത് നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ബുദ്ധിയും ബേസിക്കലി ഇതിനകത്തുള്ള ഡിഗ്രി കഴിഞ്ഞുള്ള ബുദ്ധിയിലും വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരേ ബുദ്ധിയുള്ള കുട്ടികൾ ഒരു എക്സാം പഠിക്കുമ്പോൾ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നു, മറ്റേ എക്സാം എന്ന് പറയുമ്പോൾ 50% പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായിരിക്കും ഒരു ഡിഫറൻസ്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം? ബുദ്ധിയാണ് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കയറണം അല്ലെ, രണ്ടിലും മാർക്ക് കയറണം. പക്ഷെ ഇവിടെ എന്താണ്, രണ്ടിലും മാർക്ക് കയറുന്നില്ല. ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു സെക്ഷൻ ഓഫ് എക്സാമിനേഷൻ ആളുകൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, ഒരു സെക്ഷൻ ഓഫ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ദർ വിൽ ബി സംതിങ് ഫിഷി അല്ലെ? എന്തായിരിക്കാം? എന്താണ് വ്യത്യാസം? പറഞ്ഞോളൂ. ആരും പറയാൻ വന്നില്ല എന്തോ. രണ്ടും തമ്മിലുള്ള സ്ട്രാറ്റജിയുടെ വ്യത്യാസമായിരിക്കും സാർ. രണ്ടിന്റെ സ്ട്രാറ്റജി വ്യത്യാസമാവാം. പിന്നെ ബേസിക്കലി രണ്ടിന്റെയും ഓരോ ക്വസ്റ്റ്യനും ഓരോ എക്സാം നടക്കുമ്പോഴും ഓരോ എക്സാമിനും ഓരോ ഡിമാൻഡ് ഉണ്ട് അല്ലെ. ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ നടത്തുന്നത് എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എൻട്രൻസ് എക്സാമിനേഷൻ ടു സ്റ്റഡി അനദർ ഡിഗ്രി വിച്ച് ഈസ് വെരി അൺനോൺ ടു യു. നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു സാധനത്തെ പറ്റി പഠിക്കാനുള്ള വേറൊരു സാധനത്തിന്റെ ഡിഗ്രിക്ക് വേണ്ടിയുള്ള ഒരു എക്സാമിനേഷൻ ആണ്. സോ വാട്ട് ദേ ആർ ലുക്കിംഗ് അറ്റ്, വീണ്ടും ടെക്നിക്കൽ ആയിട്ടുള്ള ഭയങ്കര എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, ഇതൊരു ജനറൽ എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആവണം. ഡോക്ടർ ആവുക എന്ന് പറയുന്ന ഒരു ജനറൽ ഓക്കുപേഷൻ ആണ്, ഒരു പ്രൊഫഷണൽ ഓക്കുപേഷൻ ആണ്, ഒരു പ്രൊഫഷണൽ ഓക്കുപേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ടെക്നിക്കൽ നോളജ് ആവശ്യമാണ്. ടെക്നിക്കൽ നോളജ് ആണ് ഇവിടെ ആവശ്യം. നോളജിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നോളജ് ഉള്ള ആൾക്ക് മാത്രമാണ് ബേസിക്കലി ഒരു ഡോക്ടർ ആവാൻ പറ്റുക. ടെക്നിക്കലി നോളജബിൾ ആയിട്ടുള്ള ഒരാൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. നോളജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ഫാക്ട് പഠിക്കുന്നു, അതായത് ഫാക്ട് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നോളജ് നമുക്ക് പോസിബിൾ ആണ്. നമ്മൾ അത്രയും കാലം ട്രെയിൻ ചെയ്തു. അതാണ് 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിച്ചത് കുറെ സാധനങ്ങൾ കാണാതെ പഠിപ്പിക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുമാണ്. സോ യു ആർ ബീങ് ട്രെയിൻ ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. സോ നീറ്റ് എക്സാമിനേഷന്റെ ക്രൈറ്റീരിയ അതാണ്. അതുകൊണ്ടാണ് നീറ്റ് എക്സാമിനേഷൻ അതേപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ പഠിച്ചതിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ വലിയ ആപ്ലിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. പക്ഷെ ഇവിടെ സിവിൽ സർവീസിലേക്ക് എക്സാമിനേഷനിലേക്ക് വരുമ്പം സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ നാളെ രാജ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സിവിൽ സർവന്റിനെ വേണം. ഒരു സിവിൽ സർവന്റിന് എന്തൊക്കെ ക്വാളിറ്റികളായിരിക്കും വേണ്ടി വരിക അത് നോക്കിക്കുക. ഒരു സിവിൽ സർവന്റ് ആണ്, ഒരു IAS ഓഫീസറിനെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു? എന്തൊക്കെ ക്വാളിറ്റികൾ വേണം ഒരു സിവിൽ സർവന്റിന്? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണമെന്ന് തോന്നുന്നത്? അതെ, എന്തൊക്കെ ക്വാളിറ്റി ഉള്ള ഒരാളെയാണ് നിങ്ങളൊരു IAS ഓഫീസർ, അയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാവണം? ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു കമാൻഡ്, ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് വേണം. വെരി ഗുഡ്. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും എന്താണ്, സ്വിഫ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റണം. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി. വെരി ഗുഡ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഒരുപാട് പേരെ നോക്കാനുള്ളതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഓക്കെ. പിന്നെ ഡിസിപ്ലിൻ വേണം, ലീഡർഷിപ്പ് വേണം, വർക്ക് ഓറിയന്റഡ് ആയിരിക്കണം. ഓക്കെ. കോമൺ സെൻസ് വേണം. വെരി ഗുഡ്. കോമൺ സെൻസ് വേണം, ഡിസിപ്ലിൻ വേണം. പിന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, കോമൺ സെൻസ് വേണം, ഡിസിപ്ലിൻ വേണം. ഓക്കെ. വർക്ക് ഓറിയന്റഡ് ആയിരിക്കണം. വേറെ എന്തെങ്കിലും പറയണോ? അനുപേ പറഞ്ഞോ.
കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്. Integrity അഡ്മിനിസ്ട്രേറ്റീവ് വേണം. ഓക്കെ. എന്താ ഇന്റഗ്രിറ്റി വേണം. ഓക്കെ. എത്തിക്കലായിരിക്കണം. വെരി ഗുഡ്. ഇന്റഗ്രിറ്റി വേണം. നമുക്ക് അതാണ് ഇല്ലാത്ത ആളുകളെയാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ വേറെ ഒരാൾ അതിന്റെ ഇടയിൽ പറയാൻ വന്നായിരുന്നല്ലോ വൃന്ദന്റെ കൂടെ. ഇന്റഗ്രിറ്റി പറഞ്ഞു ഞാന്. അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി വേണം. ഓക്കെ. എത്തിക്സ് വേണോടാ. എത്തിക്സ് അല്ലേ? പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ്. എല്ലാ സാധനവും വരുന്നുണ്ട്. പോട്ടെ. ഇമോഷണൽ ഇന്റലിജൻസ് വേണം. ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അപ്പം ഇപ്പൊ നിങ്ങൾ കുറേ സാധനം പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് വേണം? ഡിസിഷൻ മേക്കിംഗ് വേണം. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ പറ്റണം. ലീഡർഷിപ്പ് റോള് വേണം അല്ലെ? കോമൺ സെൻസ് വേണം. ഡിസിപ്ലിൻ ആയിരിക്കണം. അയാൾക്ക് ഇന്റഗ്രിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി വേണം. ഇന്റലിജൻസ് വേണം. ഇമോഷണൽ ഇന്റലിജൻസ് വേണം. ഇത് ലോഡ് ഓഫ് തിങ്സ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇവിടെ ആരും പറയാത്തൊരു സാധനം എന്താണ്? ആരെങ്കിലും പറഞ്ഞു? ന്യൂട്രലിറ്റി വേണം. എന്താ? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി വേണം. ഓക്കെ. നോൺ പാർട്ടിസാൻഷിപ്പ് വേണം. ഓക്കെ. പക്ഷെ നിങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ എപ്പോഴും കൂടുതൽ സെൻസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ എന്ത് പറഞ്ഞില്ല? നോളജ് വേണം എന്നുള്ളത് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ നോളജ് വേണമെന്ന് പറയായിരുന്നത്? നോളജ് ഉള്ള ഒരാൾക്കാണല്ലോ ഡിസിഷൻ മേക്കിങ്ങും എല്ലാരും പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ടല്ല. നിങ്ങൾ ആലോചിക്കുകയെ, നിങ്ങൾ തന്നെ ഒരു IAS ഓഫീസറിന് ഒരു എക്സാമിന് ഇടുമ്പം ഏത് തരത്തിലൊരു IAS ഓഫീസർ വേണമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞതാണ് ഡിസിഷൻ മേക്കിംഗ്, ലീഡർഷിപ്പ്, കോമൺ സെൻസ്, ഡിസിപ്ലിൻ, അക്കൗണ്ടബിലിറ്റി, ഇന്റഗ്രിറ്റി, ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസ്. ഇതൊക്കെയാണ് എനിക്ക് വേണ്ട ഒരാൾ. ഇനി നിങ്ങളോട് ഞാനൊരു എക്സാം ഇടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെയുള്ള ഒരാളെ കിട്ടുന്ന ഒരു എക്സാം ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോളജ് ടെസ്റ്റ് ചെയ്യോ അതോ ഇയാളുടെ കോമൺ സെൻസും ഡിസിപ്ലിനും ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും ഇന്റഗ്രിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ടെസ്റ്റ് ചെയ്യോ? You will test the നോളജ് ഒരിക്കലും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും, കോമൺ സെൻസ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നോളജ് മാത്രമല്ല, റാദർ ദാൻ യുവർ എബിലിറ്റി ടു തിങ്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? ആർ യു ആൻ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി? ആർ യു എ ഹോണസ്റ്റ് പേഴ്സൺ ആണോ? ആർ യു എ പേഴ്സൺ ഓഫ് അനലിറ്റിക്കൽ എബിലിറ്റി ഉള്ള ഒരാളാണോ? ഡിഫറെന്റ് സിറ്റുവേഷൻ കാണാം. ആർ യു എ പേഴ്സൺ ഓഫ് ബയാസ്ഡ്? Okay, so these are the qualities being checked throughout the examination process. അതുകൊണ്ട് ഈ എക്സാമിനേഷന്റെ പാറ്റേൺ വെച്ചിരിക്കുന്നത് ആർ യു എ പേഴ്സൺ ഓഫ് കോമൺ സെൻസ്. സോ ഈ എക്സാമിനേഷന്റെ പാറ്റേൺ വെച്ചിരിക്കുന്നതും ഇതൊക്കെയുള്ള ഒരാളാണെന്നുള്ള നോളജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു 4-5 വർഷം കട്ടക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ശരിയാക്കി പോട്ടെ. 200 നമുക്കൊരു 190 മാർക്കെങ്കിലും മേടിക്കാൻ പറ്റും if it is knowledge. But why this is not possible? Because they are testing the common sense, they are testing the decision making. You cannot say that a person has 100% common sense. അല്ലേ? നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഒരാൾക്ക് അയാൾക്ക് 100% കോമൺ സെൻസ് ആണ്? ഇങ്ങനെ പറയാൻ പറ്റുമോ? അയാൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും 100% ശരിയായിരിക്കും? ഒരിക്കലും ഇല്ല. ഒരാളെ പറ്റി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ അയാൾ 100% ഇമോഷണൽ ഇന്റലിജന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം അയാൾ കയ്യിൽ നിന്ന് പോകുന്ന ഇമോഷണലി അയാൾ കയ്യിൽ നിന്ന് പോകുന്ന പല സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾ എത്ര ദേഷ്യം പിടിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളെ വണ്ടീന്റെ പുറകെ വന്നൊരു 100 പ്രാവശ്യം ഒരാൾ ഓൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ അച്ഛനെ അമ്മേനെ ഒക്കെ വിളിക്കും. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? യു ഹാവ് ഇമോഷണൽ ഇന്റലിജൻസ്, ബട്ട് ദർ ഈസ് എ ത്രെഷോൾഡ് ഫോർ ദാറ്റ്. So nobody can say that you have 100% common sense, 100% emotional intelligence, 100% leadership quality, because these are subjective qualities. And these qualities being checked through UPSC examination, prelims-നും മെയിൻസിനും ഇന്റർവ്യൂവിനും ചെക്ക് ചെയ്യുന്നത് ഈ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണോ നിങ്ങൾ എന്നുള്ളതാണ്. See, knowledge is not an issue. Knowledge is widely available at present. നിങ്ങൾ ലോകത്ത് എവിടെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം knowledge is at your fingertip അല്ലേ? നിങ്ങൾക്ക് ഒരു നോളജ് ഇൻഫർമേഷൻ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇപ്പം നോളജ് പഠിപ്പിക്കലല്ല ഇമ്പോർട്ടന്റ്. എന്താണ് ഇമ്പോർട്ടന്റ്? റൈറ്റ് നോളജ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള സ്കില്ലാണ് ഇപ്പൊ പഠിക്കേണ്ടത്, അല്ലാതെ നോളജ് പഠിപ്പിക്കുന്ന സ്കില്ലല്ല. ഹൗ ടു പിക്ക് അപ്പ് ദ റൈറ്റ് നോളജ്, റൈറ്റ് ഇൻഫർമേഷൻ. സോ പിക്കിംഗ് അപ്പ് ദ റൈറ്റ് ഇൻഫർമേഷൻ ഈസ് ദ skill right now, not the knowledge. So knowledge is available everywhere. You just have to Google it. Knowledge is available. You just have to study a lot. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ സിവിൽ സർവീസിൽ ഹിസ്റ്ററിയും പൊളിറ്റിയും ഇതും പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആവാൻ പറ്റില്ല. Then why did they checking that? It is because they wanted to have a person who understand common sense ഉള്ള, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത് UPSC ചെക്ക് ചെയ്യുന്നത്.
അപ്പൊ ആ എബിലിറ്റി ഉണ്ടാവുന്നു എന്ന് നോക്കുന്നത് കൊണ്ടാണ് ഈ എക്സാമിനേഷനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% കോമൺ സെൻസ് ഉള്ള ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും 200 സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഡിസിഷൻസ് എല്ലാം ശരിയാവില്ല, ചില ഡിസിഷൻസ് പാളിപ്പോവും. നമുക്ക് ഒന്ന് മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ, യുവർ റേറ്റ് ഓഫ് ഗെറ്റിംഗ് സക്സസ് ഡിസിഷൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് കനോട്ട് ബി 100% ആവാൻ പറ്റില്ല. ഒരിക്കലും എല്ലാ ഡിസിഷനും എടുത്തു കഴിഞ്ഞാലും എല്ലാ ഡിസിഷനും ശരിയാവുന്ന ലോകത്ത് ആരും ഉണ്ടാവില്ല. അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, ചില ഡിസിഷൻസ് പാളും. അംബാനി, അദാനി, യൂസുഫ് അലി, ഇവരെയൊക്കെ ഡിസിഷൻ, പ്രൈം മിനിസ്റ്റർ മോദി ആയിക്കോട്ടെ, ഇത്രയും സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗവൺമെന്റ് മിഷണറീസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ബ്രെയിൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് ടോപ്പ് അഡ്വൈസേഴ്സ് ഓഫ് ദ വേൾഡ്. ദെൻ ഓൾസോ ദേ ആർ ടേക്കിംഗ് വെരി മിസ്റ്റേക്ക്ഫുൾ ഡിസിഷൻസ് എടുക്കുന്നില്ലേ? എന്തോരം ഡിസിഷൻസ് അവർക്ക് മാറ്റേണ്ടി വരുന്നു, എന്തോരം ഡിസിഷൻസ് അവർക്ക് റൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, എന്തോരം ഡിസിഷൻസ് പാളിപ്പോകുന്നു. വൈ? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് നോളജ്? നോ, because nobody can achieve 100% decision making accuracy. So that is why UPSC examination also, your mark never going to be 200 out of 200. It will be around 50%. So the examination is also checking not your knowledge but your analytical ability. അപ്പൊ ഇവിടെ കാണാതെ വെറുതെ പഠിക്കുന്നവർ കാണോ അഡ്വാൻറ്റേജ്? ഇന്ന് വരെ നിങ്ങൾ ഒരു ടോപ്പർ ആയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? And this is the examination, is the grade leveler examination. എന്തുകൊണ്ട് ഇത് ഗ്രേഡ് ലെവലർ എക്സാമിനേഷൻ എന്ന് പറയുന്നത്? ഇന്ന് വരെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ 10+ കിട്ടി, +2 6+ കിട്ടി, ഒരു ഡിഗ്രിക്ക് ഗോൾഡ് മെഡലിസ്റ്റ്, PGക്ക് 2 ഗോൾഡ് മെഡൽ കിട്ടി. ആൻഡ് വെൻ യു കം ഹിയർ ദ എൻറ്റയർ സീൻ ചേഞ്ച്. കാരണം എന്താണ്? ഇതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ബിക്കോസ് ത്രൂ ഔട്ട് ഇയർ നിങ്ങൾ പഠിച്ചത് എന്താണ്? നോളജ് ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ചെക്കിംഗ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ആളുകൾക്ക് ചിലപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ എന്ത് പഠിച്ചോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ റാങ്ക് എന്താണ്? ഗ്യാരണ്ടീഡ് അല്ല. There are a lot of people who come with a good flying rank from IITs and top institutions of the world and still not able to clear the prelims, still not able to clear the UPSC examination. But there are also some people who comes with 50% from their degree and 60% from 10th or 60% from +2 and clear the civil service examination. What is the difference? The person who understands the examination will able to adapt to the examination in the examination clear ചെയ്തു പോകുന്നതാണ്. അപ്പം what your past and your history is not matter. ഇപ്പൊ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങൾ മാറ്റർ ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ എന്താണ് പാസ്റ്റിൽ എന്ത് ചെയ്തു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഹാവിംഗ് എ വെരി ഗുഡ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, യെസ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു എയ്ഡ് യു. ബട്ട് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് നെസസറിലി എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഒരു റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ദർ ഇസ് നോ നെസസിറ്റി. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. അതേപോലെ തന്നെ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ഹാവ് എന്താണ് ഇറ്റ് ഗോയിങ് ടു ഇമ്പാക്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട്. യു ഹാവ് ടു വർക്ക് ലിറ്റിൽ മോർ ഹാർഡർ കമ്പയർ ടു എ പേഴ്സൺ ഹു ഹാവിംഗ് ഗെറ്റിംഗ് വെൽ ഗുഡ് മാർക്ക്. ഒരു എക്സ്പീരിയൻസ് ഓഫ് സ്റ്റഡീസ് ഉള്ള ആളെ സംബന്ധിച്ചോളം മറ്റേ ആൾക്ക് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യണം. ബട്ട് ഇഫ് യു ഹാവ് ദ മെന്റാലിറ്റി ടു വർക്ക്, then nobody can stop you. So that is why UPSC is a great leveler of examination. It is leveling both urban center educated people and rural center educated people. എല്ലാ ആളുകളെയും ഒരേപോലെ കാറ്റർ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ദിസ് ഈസ് ലെവലിംഗ് വിത്ത് എ പേഴ്സൺ ഹു ഏബിൾ ടു അഫോർഡ് ദ കോച്ചിങ് ഫീ ആൻഡ് എ പേഴ്സൺ നോട്ട് ഏബിൾ ടു അഫോർഡ് ദ കോച്ചിങ് ഫീ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ലെവലർ എക്സാമിനേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് ദ ബെസ്റ്റ് തിങ്കിങ് മൈൻഡ്സ്, നോട്ട് എ പേഴ്സൺ ഹു ഹാവ് എ ബെസ്റ്റ് മെമ്മറി. There is a difference between both of them, right? അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആ എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രിലിംസ് സ്റ്റേജിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിനകത്ത് മെയിൻസ് സ്റ്റേജിലേക്ക് നമുക്ക് വരും. രണ്ടാം സ്റ്റേജ് നമ്മൾ പ്രിലിംസ് എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊരു കട്ട് ഓഫ് മാർക്ക് മേടിച്ചു, നമ്മളിപ്പോ എന്തായി, നമ്മളിപ്പോ പ്രിലിംസ് ക്ലിയർ ചെയ്തു. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് മെയിൻസ് എഴുതാം. And mains is the very crucial and central pillar of the examination. കാരണം mains will make you an IAS officer. Mains will decide whether you will be in the list or not. ഇന്റർവ്യൂവിനെക്കാട്ടും എന്താണ് മെയിൻസ് ആണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ സിവിൽ സർവീസിന്റെ എക്സാമിനേഷനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ മെയിൻസ് ആണ്. ആൻഡ് മെയിൻസ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മീഡിയം മെയിൻസ് ആണ്. യെസ്, തീർച്ചയായിട്ടും. പക്ഷേ മെയിൻസ് ഒരു തവണ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫെൽ ലവ് വിത്ത് മെയിൻസ്. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് മെയിൻസ്. പ്രിലിംസ് ഈസ് വെരി ഹെക്ടിക്. പ്രിലിംസ് ഈസ് വെരി പ്രിലിംസിൽ കൂടുതൽ നമ്മൾ കാണാതെ പഠിക്കണം. പ്രിലിംസ് റെക്കഗ്നിഷൻ, കോമൺ സെൻസ്, അതുപോലെ അനലിറ്റിക്കൽ എബിലിറ്റി, നമ്മൾ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്. പക്ഷേ മെയിൻസ്, once you studied mains, you will fall love with mains because mains is the one of, it is very hectic process. It is very tiring process. You need to write lot of answers. You need to spend lot of hours, spending hours and hours in the examination hall itself. ഒരു ദിവസം തന്നെ നിങ്ങൾ 6 മണിക്കൂർ എക്സാം എഴുതണം കണ്ടിന്യൂസ്ലി. മോർണിംഗ് 3 മണിക്കൂർ, ഈവനിങ് 3 മണിക്കൂർ, 6 മണിക്കൂർ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കയ്യിൽ നിന്ന് വിടുന്ന ഒരു നീരിങ്ങനെ വരും, കൈ വേദന എടുക്കാൻ തുടങ്ങും. ഫിസിക്കൽ എൻഡ്യൂറൻസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. മസിൽ വേണം, കപ്പാസിറ്റി വേണം, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ബേസിക്കലി എന്താണ്, it is one of the beautiful stage of examination because the mains is the stage where you can express
യുവർ ഔട്ട്കംസ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സ്പ്രസ് ഇവിടെ റിട്ടേൺ ആണ്. അപ്പൊ മെയിൻസിന്റെ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെ സബ്ജക്റ്റീവ് ആണ് എക്സാം. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, നേരത്തെ ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിൽ ഇവിടെ റിട്ടേൺ ആണ് എക്സാം. ഇവിടെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം എന്നുള്ളതാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ സിലബസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മെയിൻസിന്റെ സിലബസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻസിന് നമുക്ക് 9 പേപ്പറുകളാണ് മെയിൻസിലുള്ളത്. അപ്പൊ നമുക്ക് 9 പേപ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഏറ്റവും നോക്കാം. ഒന്ന്, നമുക്ക് ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് പേപ്പർ ഉണ്ട്. ഈ ജനറൽ സ്റ്റഡീസിൽ നമുക്ക് GS1 ഉണ്ട്, ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, ജനറൽ സ്റ്റഡീസ് 3 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്, ജനറൽ സ്റ്റഡീസ് 4 എന്ന് പറയുന്നത് ഉണ്ട്. അങ്ങനെ 4 പേപ്പർ. ഈ ജനറൽ സ്റ്റഡീസ് 1 നമുക്ക് ബേസിക്കലി എന്താണ്, ഏൻഷ്യന്റ് ഹിസ്റ്ററി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെഡിവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി, അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. കൊള്ളാം. അതേപോലെ തന്നെ വേറെ എന്തുണ്ട്, സൊസൈറ്റി വരുന്നുണ്ട്, ഇവിടെ ജോഗ്രഫി. ഓക്കെ, സോ ഇത്രയും സബ്ജക്ട് അടങ്ങുന്നതാണ് GS1 എന്ന് പറയുന്നത്. ഇത്രയും സബ്ജക്റ്റിനൂടി എത്ര മാർക്ക് കിട്ടും? 250 മാർക്ക് വരും. അതേപോലെ തന്നെയാണ് ബേസിക്കലി പേപ്പർ 2 GS2ൽ എന്തൊക്കെയാണ് വരുന്നത്? ഇന്ത്യൻ പൊളിറ്റി. ബേസിക്കലി നമ്മൾ എന്താണ് ഇന്ത്യൻ പൊളിറ്റി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഗവർണൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഗവർണൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഗവർണൻസിന്റെ ഇഷ്യൂസ് എന്താണെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. സോഷ്യൽ ജസ്റ്റിസ്, വൾണറബിൾ സെക്ഷനിലുള്ള റൈറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് IR നമ്മൾ പഠിക്കണം. സോ ഇത്രയും ടോപ്പിക്കിനോട് 250 മാർക്ക്. വീണ്ടും GS3യിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. എക്കണോമി, അതേപോലെ തന്നെ എൻവയോൺമെന്റ് നമുക്ക് പഠിക്കണം. ദെൻ അഗ്രികൾച്ചർ നമുക്ക് പഠിക്കണം. ദെൻ സയൻസ് ആൻഡ് ടെക് നമുക്ക് പഠിക്കണം. ദെൻ ഇന്റേണൽ സെക്യൂരിറ്റി പഠിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കണം. വെരി ഗുഡ്. സോ ദിസ് ഈസ് അഗൈൻ 250 മാർക്ക്. ദെൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇമോഷണൽ ഇന്റലിജൻസ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം എന്നല്ലേ. സോ GS4 ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് എത്തിക്സ്. സോ നിങ്ങൾക്ക് എത്തിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പേപ്പർ UPSCയുടെ എത്തിക്സ്, അതിനും എന്താണ് 250 മാർക്കാണ്. അപ്പൊ ടോട്ടൽ എത്രയായി? GS1, GS2, GS3, GS4 എല്ലാത്തിനും 250 മാർക്ക് വീതമാണ്. സോ ടോട്ടൽ എത്രയായി? 1000 മാർക്കായി GS അല്ലെ. സോ 1000 മാർക്കിനാണ് GS റിട്ടേൺ വരിക. 250 മാർക്കാണ് ഒരു പേപ്പറിൽ. അതിന്റെ പുറമെ ഇനി എന്ത് ചെയ്യണം? ഒരു essay പേപ്പർ ഉണ്ട്. essay പേപ്പറിൽ 2 ടോപ്പിക് തരും. 2 ടോപ്പിക്കിനെ മൊത്തം 8 ടോപ്പിക് ഉണ്ടാവും. അതിൽ ഇഷ്ടപ്പെട്ട 2 ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഒരു 1000 തൊട്ട് 1200 വേർഡ്സ് വരെ നിങ്ങൾ എഴുതണം. അത് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പല പല വേർഡ്സുകൾ പല രീതിയിൽ ചോദിക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും, ഇപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പിനെസ് എന്നൊക്കെ വേണമെങ്കിൽ അങ്ങ് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി 1200 വേർഡ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. അതിനും 250 മാർക്ക്. അപ്പൊ ടോട്ടൽ എത്രയും 1250 മാർക്ക്. 5 പേപ്പർ ആയിട്ടോ, 4 GS പേപ്പർ, ഒരു essay പേപ്പർ, മൊത്തം 1250 മാർക്കായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സബ്ജക്റ്റിന്റെ ഓപ്ഷനിൽ എടുത്ത് പഠിക്കണം. എന്തിനാണ് ഓപ്ഷനിൽ എടുത്ത് പഠിക്കുന്നത്? ഹിയർ ദേ ആർ ചെക്കിംഗ് ദാറ്റ് വെദർ യു ഹാവ് ദ എബിലിറ്റി, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇതുവരെ നമ്മൾ പഠിക്കുന്ന ജനറൽ നോളജ് ആണ്. ഇവിടെ നമ്മൾ എന്താണ്, സ്പെഷ്യലൈസേഷൻ ആണ്. സോ സ്പെഷ്യലൈസേഷൻ എബിലിറ്റി കൂടി നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഒരു ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. ഈ ഓപ്ഷണൽ പേപ്പർ നമുക്ക് എന്താണ്, ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട്. ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ സോഷ്യോളജി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മലയാളം ഓപ്ഷനിൽ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് പേപ്പറുകൾ ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്ത് നമ്മൾ ഏറ്റവും സ്കോറിംഗ് ആയ ഒരു പേപ്പർ എടുത്ത് നമ്മൾ പഠിക്കുന്നു. ലെറ്റ്സ് സേ ദാറ്റ് യു ആർ സ്റ്റഡിങ് സോഷ്യോളജി. സോഷ്യോളജി തന്നെ വീണ്ടും പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ് വീണ്ടും 2 സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ തന്നെ 2 പേപ്പർ. സോ ഓരോ പേപ്പറും 250 മാർക്ക് പ്രകാരം ഓപ്ഷനിന് മൊത്തം 500 മാർക്ക്. സോ വീണ്ടും ഞാൻ 500 മാർക്ക് ഇവിടെ ആഡ് ചെയ്തു. സോ ടോട്ടൽ മെയിൻസ് എത്രയായി? 1750 മാർക്കായി. പക്ഷെ എത്രയായി? ഇപ്പൊ എത്ര പേപ്പർ ആയിട്ടുള്ളൂ? 5 പേപ്പർ ഇവിടെ വന്നു, 2 ഓപ്ഷൻ പേപ്പർ, ടോട്ടൽ 7 പേപ്പർ. ഞാൻ എത്ര പേപ്പറാ പറഞ്ഞേ? 9 പേപ്പർ. അപ്പൊ ഇനി 2 പേപ്പർ കൂടി ഉണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണ് ആ 2 പേപ്പർ? ബേസിക്കലി ഒന്ന് ഇംഗ്ലീഷ് ആണ്. ബേസിക്കലി ഇവിടെ എന്താ നോക്കുന്നത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ അഗൈൻ ഇത് 300ലാണ്. ബട്ട് ദിസ് ഈസ് അഗൈൻ എ ക്വാളിഫയർ. എന്താണ് ക്വാളിഫയർ? ഇത് നിങ്ങൾ പാസ് ആവണം. പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താവും, നിങ്ങൾക്ക് മെയിൻസിന് എത്ര മാർക്ക് മേടിച്ചിട്ടും കാര്യമില്ല, പാസ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ മലയാളം എന്താണ്? ബേസിക്കലി മലയാളം എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് എടുക്കാം. ബേസിക്കലി നിങ്ങൾക്ക് നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് മലയാളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം പറ്റാത്തവർക്ക് ഹിന്ദി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് റീജിയണൽ ലാംഗ്വേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ അതും എന്താണ്, എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? ഈ 2 ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്. ഇത് രണ്ടും എന്താണ്, ക്വാളിഫയർ ആണ്. ഇത് മാർക്കിങ്ങിൽ കൂട്ടില്ല. നിങ്ങൾ പാസ്സായാൽ മതി, മാർക്കിംഗ് കൂട്ടില്ല. അപ്പൊ ടോട്ടൽ എന്താണ്, 9 പേപ്പർ ഉണ്ടെങ്കിലും റിട്ടേണിന്റെ റാങ്കിങ്ങിനകത്ത് കൂട്ടുന്നത് എത്രയാണ്? ബേസിക്കലി 7 പേപ്പറുകളാണ്. അപ്പൊ ടോട്ടൽ 1750. ഇതിൽ നിന്ന് ബെസ്റ്റ് വരുന്ന 1750 പേരിൽ നമുക്ക് ഇന്റർവ്യൂലേക്ക് പോകണമെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 739 മാർക്കാണ്. സോ 1750 നിങ്ങൾക്ക് 739 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്റർവ്യൂ കോൾ കിട്ടും. സോ യു പീപ്പിൾ വിൽ ബി സെലക്ടഡ് ടു ഇന്റർവ്യൂ. സോ ഇന്റർവ്യൂ കോളിൽ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? 275 മാർക്കിലാണ് ഇന്റർവ്യൂ വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇത് നിങ്ങളുടെ മെയിൻസിന്റെ മാർക്കുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ എത്രയായി നോക്കിക്കേ?
ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ടോട്ടൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര മാർക്കിനുള്ളതായി? ബേസിക്കലി നിങ്ങൾക്ക് 2025 മാർക്കിലാണ് ടോട്ടൽ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ നിങ്ങളുടെ മാർക്ക്. സോ ഇതിനകത്താണ് ഫൈനൽ മാർക്ക് ലിസ്റ്റ് ഇടുന്നത്. ഈ ഫൈനൽ മാർക്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എത്രയാണ്? 2025 കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 963 മാർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ കട്ട് ഓഫ് മാർക്ക് കേട്ടോ. ഫസ്റ്റ് റാങ്ക് കിട്ടില്ല. 963 മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിവിൽ സർവീസിൽ ഏതെങ്കിലും ഒരു ജോലി. 2025 നോക്കിക്കേ, അറൌണ്ട് 45% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ ദി സിവിൽ സർവീസിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടും. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 2025 മാർക്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? ബേസിക്കലി കഴിഞ്ഞ വർഷം നോക്കണേ 1070 മാർക്ക് കിട്ടിയ ആൾക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയുള്ളത്. 1070. സോ ജസ്റ്റ് അറൌണ്ട് 50%, 52% മാർക്ക്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബേസിക്കലി നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് എക്സാം ബേസിക്കലി ഈസി ആണെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ എന്താണ് ഇതിന്റെ അർത്ഥം? ഈ എക്സാമിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് നോളജ് അല്ല. ഈ എക്സാമിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എബിലിറ്റിയാണ്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, അനലൈസ്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ്. അതുകൊണ്ടാണ് മാർക്ക് എന്ത് ചെയ്യുമ്പോൾ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് പെർഫെക്ഷൻ ഇല്ല. ദർ ഈസ് എ സബ്ജക്ടിവിറ്റി അല്ലെ? ഈ സബ്ജക്ടിവിറ്റിന്റെ ബേസ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതും ഈ രീതിയിലുള്ള നിങ്ങളുടെ നോളജ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വെറുതെ ഒരു എക്സസൈസ് ചെയ്താലോ? ബേസിക്കലി നമ്മൾ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു കേസ് തരാം, ഒരു സിറ്റുവേഷൻ തരാം. ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും അവരോരോ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തരാം. ഇതിനകത്ത് ശരി ഉത്തരമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് പറയുന്ന എല്ലാം ഉത്തരമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യാം? ഇത് അറേഞ്ച് ചെയ്യാം. സോ തിങ്ക് ദാറ്റ് യു ആർ എ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, സന്തോഷം വന്നില്ലേ? അപ്പൊ നിങ്ങളുടെ പേരെന്താണ്? ഫോർ എക്സാമ്പിൾ ഫയാസ് ഖാൻ IAS. അതേപോലെ തന്നെ ഇനി ഫയാസിന് വേണ്ടി മാത്രം ബാക്കിയുള്ളവർക്ക് സങ്കടം വേണ്ട. പ്രണവ് IAS ഉണ്ട്, നന്ദിനി IAS ഉണ്ട്, ഹന്ന IAS ഉണ്ട്, അശ്വതി IAS ഉണ്ട്, അസ്ന, അനു, എല്ലാവരും അയച്ചു. റിഫ് എന്ന് പറയുന്ന ഒരു IAS ഉണ്ട്, ഷിഹാന IAS ഉണ്ട്. അപ്പൊ എല്ലാവരും IAS ഓഫീസർമാരാണ് കേട്ടോ. യു ആർ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്. ഓക്കെ, ബിഹേവ് അക്കോർഡിംഗ്ലി. ഇനി നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ, ലെറ്റ്സ് സേ ദാറ്റ് യു ആർ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് വയനാട്. അപ്പൊ ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ബേസിക്കലി നിങ്ങൾക്ക് രാത്രി 1 മണിക്ക് ഒരു കോള് വന്നു. ആ കോള് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു, സാർ വയനാട് എന്ത് ചെയ്യുന്നു? ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, ഒരുപാട് ആളുകൾ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കോള് വന്നു. ഇനി ആ സിറ്റുവേഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കുടുങ്ങിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്ട്രിക്ട്, ഈ ലാൻഡ് സ്ലൈഡിന്റെ അടിയിൽ എന്തുണ്ട്? ഒരു പ്രിസൺ ഉണ്ടായിരുന്നു. ഒരു പ്രിസൺ ഉണ്ട് അവിടെ. ദാറ്റ് മീൻസ് ഒരു ജയിലുണ്ട്. ആ ജയിലിൽ എന്താണ്? കുറെ പ്രിസണേഴ്സും ഉണ്ട്. അത് അതിനകത്ത് അവിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. അത് ഇതിന്റെ അടിയിൽ തകർന്നിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത് നിങ്ങൾക്ക് മനസ്സിലായി, ദർ ഈസ് എ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ തകർന്നിട്ടുണ്ട്. ദർ ഈസ് ആക്ച്വലി ഇതൊരു വിമൺ ആൻഡ് ചിൽഡ്രൻ ഒക്കെ കൂടുതലുള്ള ഒരു ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുക. വിമൺ ആൻഡ് ചിൽഡ്രൻ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ മൊത്തം. കുറെ വിമൺ ആൻഡ് പ്രസവിച്ചൊക്കെ കിടക്കുന്ന കുറെ വിമൺ ആൻഡ് ചിൽഡ്രനും ഓൾഡ് ഏജ് ആയ ആളുകളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ളത് മനസ്സിലായി, പ്രസന്റ് ആൻഡ് ചിൽഡ്രൻ മനസ്സിലായി. ദെൻ നിങ്ങൾക്ക് വേറെ മനസ്സിലായി, ഈ ഒരു സ്ലൈഡിൽ തന്നെ ബേസിക്കലി ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് ആരുണ്ട്? ബേസിക്കലി ഇവിടെ ഒരു നിങ്ങളുടെ നാട്ടിലെ MLA ബേസിക്കലി MLA ഇതിനകത്ത് കുടുങ്ങി കിടപ്പുണ്ടെന്ന് നോക്കിയാൽ MLAയും ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ, MLA വേണ്ട, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിക്കോട്ടെ. MLA ആയിട്ടില്ല, ജയിച്ചിട്ടില്ല, അടുത്ത വർഷം ചിലപ്പോൾ MLA ആയേക്കാം. ആ നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ ഉണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ അതിൻ്റെ ഉള്ളിലുണ്ട്. പെട്ടു. അയാളും അയാളുടെ ഫാമിലിയോടെ ഒന്ന് ചില്ല് ചെയ്യാൻ പോയതായിരുന്നു. അന്നേരം അവിടെ റിസോർട്ടിൽ ഇരുന്നപ്പോൾ റിസോർട്ടിൽ നിന്നാണ് ലാൻഡ് സ്ലൈഡ് വന്നത്, അയാൾ കുടുങ്ങി. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറി ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട്, ചീഫ് സെക്രട്ടറിയും ഫാമിലി എന്ത് ചെയ്തു? ടൂർ വന്നതായിരുന്നു. സോ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആൻഡ് ഫാമിലി ഓൾസോ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബേസിക്കലി ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഓൾഡ് ഏജ് ഹോമും ഇതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കും. ഓൾഡ് ഏജ് ഹോമും ഇതിനകത്ത് തകർന്നു പോയിട്ടുണ്ട്. ഇനി ബേസിക്കലി അതിനകത്ത് വേറെ കുടുങ്ങിയത് കുറച്ച് മൗണ്ടനിയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട് കയറും മലയും കയറാൻ വേണ്ടി ട്രെയിനിങ് ആയിട്ട് മൗണ്ടനിയറിംഗ് പീപ്പിളിനെ കണ്ടിട്ടില്ലേ? സോ മൗണ്ടനിയറിംഗ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് മൗണ്ടനിയറിംഗ് പീപ്പിളും ഇതിനകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ട്. സോ ഇത്രയും ആളുകൾ ഇതിനകത്ത് കുടുങ്ങി. ഇനി നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവരെല്ലാം നിങ്ങൾ സഹായിക്കണം, ഇവരെല്ലാം നിങ്ങൾ റെസ്ക്യൂ ചെയ്യണം. നിങ്ങളുടെ ഓപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും രക്ഷിക്കണം. പക്ഷെ എല്ലാവരും ഒന്നിച്ച് രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ആദ്യം ഒരാളെ രക്ഷിക്കാം, അത് കഴിഞ്ഞ് അടുത്ത ആളെ രക്ഷിക്കാം, അടുത്ത ആളെ രക്ഷിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ രക്ഷിക്കാം. എങ്ങനെ രക്ഷിച്ചു കഴിഞ്ഞാലും ജീവനാണ്, എല്ലാ ജീവനും വിലയുണ്ട്. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കണം. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും രക്ഷിക്കാം. പക്ഷെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഓർഡർ ഉണ്ടാക്കേണ്ടത്. നൗ യു സിറ്റ് വിത്ത് 1 മിനിറ്റ് നിങ്ങൾ എടുക്കുക. ഇത് ഏത് ഓർഡറിലാണ് നിങ്ങൾ ആളുകൾ രക്ഷിക്കാൻ പോകുന്നത്? അതിന്റെ റീസൺ ആണ് ഇമ്പോർട്ടന്റ്. രക്ഷിക്കാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ ആളുകളെ രക്ഷിക്കുന്നു അതിനുള്ള റീസൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്ലാൻ ചെയ്യാം. അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് എന്ത് ചെയ്താലും ഉത്തരം ശരിയാണ്. അതിനകത്ത് ഉത്തരം തെറ്റുത്തരം ഉണ്ടോ?
തെറ്റുത്തരവില്ല, എന്ത് ചെയ്താലും ശരിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും രക്ഷിക്കാം. നൗ യു ക്യാൻ ടേക്ക് 1 minute. ഓക്കെ, മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയണോ? ഒന്നുകൂടി പറയണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, കേൾക്കാവോടാ? യെസ് സാർ. ഓക്കെ, പറയാൻ റെഡി ആയവര് വേണമെങ്കിൽ മീൻസ് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം, താഴെ കണ്ടില്ല അന്നാണ്ടാ, അതേപോലെ ഇടാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കണ്ടോ, അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. പറയടാ. സർ, ഇത് ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു ഡിസാസ്റ്റർ ആണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഇവരുടെ സ്ട്രാൻഡേർഡ് ആയിപ്പോയ ആളുകൾ, പെട്ടുപോയ ആളുകളുടെ റാങ്ക് നോക്കിയല്ല, അവര് വിക്ടിംസ് ആണ്. അവര് കുടുങ്ങിയിരിക്കുന്നതിന്റെ എല്ലാവരും ഒരേപോലെയാണ്. എല്ലാവരും ഒരേപോലെയാണ്. അവരുടെ ഒരു പെട്ടുപോയിരിക്കുന്നതിന്റെ ഒരു ലെവല് അറിഞ്ഞ് മാത്രമേ അതിനകത്തൊരു മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പറ്റാത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ആദ്യം രക്ഷിക്കും. അനൂപ് പറഞ്ഞോ. ഇനി നമുക്ക് ഇത്ര ഇൻഫർമേഷൻ ഉള്ളു. ഇനി ഒന്നും അവരെങ്ങനെ പെട്ടിരിക്കും അതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇനി നമുക്ക് ഇത്ര ഇൻഫർമേഷൻ നമുക്കുള്ളൂ. അപ്പൊ ഇനി രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. ആരാ ആദ്യം രക്ഷിക്കാൻ മുമ്പേ? അതിനൊരു സിംഗിൾ ആൻസർ ഉണ്ടോ സാർ? ഒരു ഡിസിഷൻ എടുക്കണം. ഇനി എടുത്തില്ല ഇവര് മരിച്ചു പോകും. പറഞ്ഞോ. We have to form a task force for this purpose, first of all. പക്ഷേ now this is a question asked by UPSC. This is actually a UPSC question. Now you cannot say that, sir, send me the task force, I will decide after that, because this is an examination. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ കൊടുത്താൽ തീർന്നു. So you should write an answer here, അല്ലേ? അപ്പൊ ഇനി ആലോചിക്കേ, now this is a question. ഇത് ശരിക്കും UPSC എന്താണ്? UPSC നിങ്ങളുടെ എത്തിക്സ് പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഉത്തരം ഒന്ന് എഴുതിക്കേ. ഇനി നിങ്ങൾക്ക് ഇത് ആകെ ഇത്ര ഇൻഫർമേഷൻ UPSC തന്നിട്ടുള്ളൂ. Now you cannot say that I have to look at the task force, I have to arrange, every life is equal. That you can write, every life is equal. That is your, substantiate. Now you have to prioritize one life. That is what UPSC said. നിങ്ങൾക്ക് ഇതിന് ആരെങ്കിലും ഒക്കെ ആദ്യം ചൂസ് ചെയ്തേ മതിയുള്ളൂ. പക്ഷെ അതിനുള്ള റീസൺ പറയണം. women and children save ചെയ്യും. ആരേടാ? വിമൻ ആൻഡ് ചിൽഡ്രൻ. വിമൻ ആൻഡ് ചിൽഡ്രൻ ആകുമ്പോൾ എന്താണ്? വൾനറബിൾ സെക്ഷൻ ആണ് അല്ലേ? വിമൻ ആൻഡ് ചിൽഡ്രൻ അവിടെ പോയി. ഓക്കെ, സോ ഫസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രനെ ചെയ്യുന്നു പറഞ്ഞു ഫയാസ്. പിന്നെ സെക്കൻഡ് ചീഫ് സെക്രട്ടറി തമിഴ്നാട്. എന്താ ഓൾഡ് ഏജ് ആളുകൾ ഉണ്ടായിരുന്നല്ലോ വിമണ്, എന്താ അങ്ങനെ ഒരു വർത്താനം? ഓക്കെ, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം. ചീഫ് സെക്രട്ടറി കാരണം അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആണ് സ്റ്റേറ്റിന്റെ. ഓക്കെ, വെരി ഗുഡ്. തേർഡ് ഓൾ പീപ്പിൾസ്. ഓൾഡ് ഏജ്. ഓക്കെ, വെരി ഗുഡ്. വൾനറബിൾ ആയതുകൊണ്ടാണ്. ഫോർത്ത് മൗണ്ടൻ ക്ലൈംബിംഗ് വന്നു. 4 മൗണ്ടൻ ക്ലൈംബിംഗ്. അതെന്തുകൊണ്ടാ? മൗണ്ടൻ ക്ലൈംബിംഗ് വരുന്നത് എന്തായാലും യൂത്ത് ജനറേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ അവര് നാടിന് ആവശ്യമുള്ളവരാണല്ലോ. വെരി ഗുഡ്. നാടിന് ആവശ്യമുള്ള. പൊളിറ്റീഷ്യന് ലാസ്റ്റ് ആയിരിക്കില്ല, നാടിന് ആവശ്യമില്ല. ഈ പിന്നെ ഇനി ജയിൽ പുള്ളിയുണ്ട്. ലാസ്റ്റ് പ്രിസണേഴ്സിനെ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. വളരെ മോശമായിപ്പോയി. അണ്ടർ ട്രയൽസ് ഒക്കെ ഉണ്ടാവും, കുറ്റം ശിക്ഷിപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫയാസിന്റെ ഓപ്ഷൻ ആണത്. ഓക്കെ, ബാക്കിയുള്ളവര് ഇനി വേറെ ആരെങ്കിലും ഇത് മാറ്റി പറയാണ്ടോ? ഇത് ഈ ഓർഡർ അല്ല, ഇതിനിപ്പം ഫുൾ ഓർഡർ പറയണം നിങ്ങൾ. നിങ്ങൾക്ക് ഇതല്ലാതെ ഫസ്റ്റ് വേറെ ആരെങ്കിലും അങ്ങനെ വേറെ ഏതെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് പറയാം. നമുക്ക് സമയത്തിന് കുറവുള്ളതുകൊണ്ട് മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ഡോണ്ട് വറി. ഹലോ സർ. യെസ്, പറഞ്ഞോ.
ഫസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ വുമൺ ആൻഡ് ചിൽഡ്രൻ ഉള്ളത്. അസ്നയ്ക്ക് ഫസ്റ്റ് ഹോസ്പിറ്റൽ. ഓക്കെ. കാരണം കുറേ ഹെൽത്ത് വർക്കേഴ്സ് ഉള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ്സിന് ആവശ്യമുണ്ട്. സോ വെരി ഗുഡ് ഫസ്റ്റ് വണ്ടർഫുൾ ആർഗ്യുമെന്റ് കേട്ടോ. ദെൻ ഓൾഡ് ഏജ് പീപ്പിൾസ്, കാരണം റിസ്കി എലമെൻറ്റ് കൂടുതലുള്ള പീപ്പിൾസ് ആണ്. സോ നമുക്ക് അവരെ റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ ഓൾഡ് ഏജ് പീപ്പിൾസ്. ദെൻ ഞാൻ പിന്നെ എടുക്കുന്ന 2 പേരെ ഒരുമിച്ചാണ്, തമിഴ്നാട് ചീഫ് സെക്രട്ടറിനെയും ഓക്കെ സർ. എന്നാൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറിനെയാണ് നെക്സ്റ്റ് ചൂസ് ചെയ്യണത്. കാരണം നമ്മുടെ ഡിസ്ട്രിക്റ്റിലോട്ട് അവർ ടൂർ വന്നതാണ്. സോ അവർ നമ്മളുടെ ഗസ്റ്റാണ്. സോ നമ്മളോട് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. സോ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ മൗണ്ടൻ ക്ലൈംബിംഗ് പീപ്പിൾസ്, അവരും അതുപോലെ തന്നെ ടൂർ വന്നതാണ്. അതെ. അപ്പം അതാണ് ഞാൻ അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ഓപ്ഷൻ ആക്കിയത്. സോ ദെൻ പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ, അത് ഞാൻ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി പേഴ്സണും പ്രിസണേഴ്സ്. ഓക്കെ സർ. വേറെ ആരെങ്കിലും കൂടി പറയാം, ഒരാൾക്കൂടി അവസരം തരാം, ലാസ്റ്റ് ചാൻസ്. ഇനി നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവസരം തരാം. ഒരാൾക്കെങ്കിലും പറയണ്ടോ? ചാടിക്കറിങ്ങ് പറഞ്ഞോ. ഒരു ആക്രാന്തായിരിക്കണം നമുക്ക് പറയാൻ വേണ്ടിട്ട്. അനൂപ് പറഞ്ഞല്ലോ അല്ലേ? ഇല്ല, അനൂപ് പറഞ്ഞില്ല. അനൂപിന് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഗോഡ് ദ ടാസ്ക്. അശ്വതി, ഞാൻ ഓൾറെഡി ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു, പക്ഷേ ചീറ്റിപ്പോയി. അനൂപ് വെയിറ്റിംഗ് ഫോർ ടാസ്ക് ഫോഴ്സ്. ഓക്കെ. പിന്നെ പ്രണവ്, ഷിഹാല് പോട്ടെ. അച്ചു ജോൺ പറയൂ. സർ, എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ എനിക്ക് മനസ്സിലാവും എന്തുവാ ഇട്ട് വരും. ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ ഇതുവരെ? Can I have the question, sir? Yeah. So you wanted to get full question. My net got cut, sir, here in Kuwait, so I couldn't get the question. Okay. It's okay, fine. Then we'll go to another person right now, because the question was simple. These people are actually stuck with some landslides, so you need to rescue one by one. You cannot rescue everyone together, so you have to prioritize one person over the other. So you need to make a list of priority based on how you go forward. For that, you need to have a explanation. That is the important part. Since there was some kind of internet issue, it's okay. We'll discuss it later, since we have lack of time. So let's move to another. Anyone else? Last chance. Shihal. ഓക്കെ, ആർക്കില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾ എല്ലാം പറഞ്ഞ ഉത്തരം എന്താണ്? ബേസിക്കലി ശരി ഉത്തരം തന്നെയാണ്. ഒരു ഉത്തരം ഇതിനകത്ത് തെറ്റില്ല. കാരണം നിങ്ങൾ എല്ലാവരും ചൂസ് ചെയ്തു. ഫസ്റ്റ് എന്താണ് എല്ലാവരും ചൂസ് ചെയ്തത്? ബേസിക്കലി ഫസ്റ്റ് ചൂസ് ചെയ്തത് വിമൺ ആൻഡ് ചിൽഡ്രൻ അല്ലേ? സോ വിമൺ ആൻഡ് ചിൽഡ്രൻ, ചൂസിങ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഇസ് ദി റൈറ്റ് ഓപ്ഷൻ, ബിക്കോസ് ദേ ആർ മോസ്റ്റ് വൾണറബിൾ അല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞ എന്താണ്? ഓൾഡ് ഏജ്. അഗൈൻ വൾണറബിൾ സെക്ഷൻസ് ആണ് കൂടുതൽ ആളുകൾ പറഞ്ഞത്. രണ്ടാമത് പിന്നെ ഒരാൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു. വൺ പേഴ്സൺ സെഡ് ദാറ്റ് തേർഡ് ചാൻസ്. ബോത്ത് ആർ ഗുഡ് ബിക്കോസ് ദേ ആർ ദ ഗസ്റ്റ് ആൻഡ് ദേ ആർ വെരി ഹൈലി റെസ്പെക്ട്ഫുൾ പൊസിഷനുള്ള ആളുകളാണ്. സോ വി നീഡ് ടു ഹെൽപ് ദം as soon as possible. And another person, so that is the priority life you are giving. So another person said that it is 4. Where is 4? 4 is mountaineering people because they are youth. Again, they are came for tour. So that is why that's what your explanation is. And 5th is basically political party leaders, because that is the least priority you can find it out. And the 6th is prisoners, because they are already in jail. Bakwas people, we don't want those people to come out. So like you are delaying it. Okay, same opinion. Shihal parayna same opinion aanu. Okay, wonderful. So now the thing is that, so these are the areas. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ UPSC വന്നു കഴിഞ്ഞാലും എല്ലാവരും കൊടുക്കുന്ന ഇത് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ 2 പേര് കൊടുത്തപ്പോൾ 2 പേര് കൊടുത്ത ഓപ്ഷനിൽ വലിയ വ്യത്യാസം എന്തുകൊണ്ടോ? ആകെ ഈ ചീഫ് സെക്രട്ടറിന്റെ കാര്യത്തിൽ ഒരു പ്രയോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതല്ലാതെ ബാക്കി എല്ലാവരും കൊടുത്ത ഓപ്ഷനാണ്. നൗ
why can't you even try as practical ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, think that you are really in that particular situation, you have practicality, you do not have some resources, so how to go forward? So I am giving you another option. Whatever you said, it's actually correct. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. So let's think about these options. So if I am going to be in the district collector of this particular district, what I will do, I will be going to help the mountaineering people for the first time. First ആരെയായിരിക്കും ഞാൻ ചെയ്യാം? മൗണ്ടനറിങ് പീപ്പിളിനെ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? Because these are the people who are trained professional to manage climb the mountains. So what I need is that എനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയുള്ള ആളുകളെ വേണം. So from where I will get, these are the easy availability. ഇവരെ എസ്കേപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ I can go with escaping other people. So I will go for mountaineering people for the first time. ഓക്കെ, അതെന്തുകൊണ്ടാണ്? എനിക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഫർദർ പ്രോസസ് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആക്കാൻ പറ്റും. രണ്ടാമത്, എനിക്ക് ഒന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗോ ഫോർ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. നമുക്ക് പ്രയോറിറ്റി എങ്ങനെ വരുന്നത്? ഒന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിലേക്ക് പോകും. എന്തുകൊണ്ടായിരിക്കും ഞാൻ പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിലേക്ക് പോകാനുള്ള കാരണം? Political party leader is a local political party leader. The person will be having more understanding about the political area than me. I am a district collector for the last 1 year, but this person born in this particular area, this person may have a well understanding of the area, and this person also have well connection for this particular area. So rescuing this person will give me more number of people. എനിക്ക് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ കിട്ടാൻ വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ റെസ്ക്യൂ ഓപ്ഷൻ കൂടുതൽ ഫാസ്റ്റ് ആവും. ആൻഡ് തേർഡ്, ഓഫ് കോഴ്സ്, ഐ വിൽ ഗോ ഫോർ സെക്കൻഡ്. ഐദർ ഐ വിൽ ഗോ ഫോർ ചീഫ് സെക്രട്ടറി ഓർ സെക്കൻഡ്. ദിസ് ക്യാൻ ബി സ്വിച്ച്ഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ റീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. സോ ചീഫ് സെക്രട്ടറി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബിക്കോസ് വൈ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്? നോട്ട് ബിക്കോസ് ഹിസ് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ അതേഴ്സ്. Everybody's life is having equal value. But the thing is that why I am helping Tamil Nadu Chief Secretary here, because he also have a biggest missionary. Alle, Tamil Nadu complete missionary namakku endu cheyan pattum, use cheyan pattum if I am able to help him. So njan Tamil Nadu Chief Secretary help cheyidna I may get some help from Tamil Nadu also. So that can be an addition for my resources. I will also go for the next. I will go for the hospitals. Why hospitals? I need person who can treat. Nurses venam, doctors venam, and women and children, again vulnerable sections. So that is why I will going for to that. Then I may go for either prison. Why prison? So I don't want the prisoners to escape the prison. And want to ensure that these people are not going to outside the not going directly into the this thing. And why I am old age? This old age is can be this is ഇതും എന്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾഡ് ഏജിനെ ഇങ്ങോട്ടും ആക്കാം, ഇങ്ങോട്ട് അഞ്ചാമതും ആക്കാം. സോ ഇങ്ങനെയും എന്ത് ചെയ്യാം? ഓർഡർ ചെയ്യാം. ഇവിടെ ഞാനിപ്പോ എന്താ നിങ്ങൾ എന്ത് ഓർഡറിലിട്ട് യു ഹാവ് തോട്ട് ദ ഡിസിഷൻ ബേസ്ഡ് ഓൺ യുവർ ഇമോഷൻസ്. ഇപ്പൊ നിങ്ങൾ ചെയ്ത ഡിസിഷൻസ് എല്ലാം ശരിയാണ്. ബട്ട് ദിസ് ഡിസിഷൻസ് ആർ ആക്ച്വലി ഡ്രിവൺ ബൈ ഇമോഷൻ അലോൺ, not emotional intelligence. What is emotional intelligence? There is a pressure that you need to save women. That is your emotion. But understanding that what makes give more addition to your resources. നിങ്ങൾ ബെറ്റർ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ്. സോ this is just we all practice ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. These are the things. This is actually UPSC asked question. So ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. But I am saying that this is just an activity, not very important. We will study all this thing in our class. Okay, ഇതൊക്കെ എങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നുള്ളത് we will study. So what I am saying that മെയിൻസിന്റെ സ്റ്റേജിന്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് സമയം കുറയാൻ നമുക്ക് പെട്ടെന്ന് പോകാം. നെക്സ്റ്റ് സ്റ്റേജ് ഇന്റർവ്യൂവിനകത്ത് വരുന്ന സമയത്ത് നമ്മളിപ്പോ മെയിൻസ് ക്ലിയർ ചെയ്തു. ഇനി ഇന്റർവ്യൂവിനകത്ത് വരുന്ന മെയിൻസ് റിട്ടേൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ റാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂവിനകത്ത് വരുന്ന സമയത്ത് ഇന്റർവ്യൂവിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ലോകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് this is UPSC asked question, if you are able to solve it you are intelligent. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉള്ള വയസ്സന്മാരെല്ലാം കാരണന്മാരൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഷെയർ ചെയ്ത് തരും ഫാമിലി ഗ്രൂപ്പിലേക്ക്. No, these questions are not being asked in UPSC interview. Whatever you are seeing in YouTube, നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും UPSC ഇന്റർവ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണുന്നുണ്ടാവും. എന്നിട്ട് അവർ ഫയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കാണും. But that is not the actual UPSC interview. Actual UPSC interview, board is very cordial. അവർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ്, ദേ വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കും സംസാരിക്കുക. വളരെ കോഡിലായിരിക്കും, ഫയർ ചെയ്യില്ല. ബട്ട് ദേ വിൽ ബി ട്രൈങ് ടു വൈ ദേ ആർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പേഴ്സണാലിറ്റി. ഈ ഇന്റർവ്യൂ സ്റ്റേജിന്റെ ആക്ച്വൽ പേര് എന്ന് പറഞ്ഞാൽ UPSC വിളിക്കുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. സോ ദേ ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ യുവർ പേഴ്സണാലിറ്റി ഫിറ്റ് ഫോർ ദിസ് ജോബ് ഓർ നോട്ട്. So they are just basically checking that whether you are an honest person, whether you are ability to think in a critical manner, whether you are able to work in a pressureful condition, whether you are able to come out when if there is a setback. Are you a person who are able to bounce back better?
So such kind of abilities has been checked through the interview stage. അപ്പൊ ഈ സ്റ്റേജിൽ എന്താണ് ബേസിക്കലി 275 മാർക്കിനാണ് ഇതിനകത്ത് വരുന്നത്. സബ്ജക്റ്റിന്റെ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, ഓവർവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ബേസിക്കലി എന്താണ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ വിൽ ഓൾസോ discuss about some of the myth with respect to UPSC examination. Then we will wind up this session. So some of the myth with respect to UPSC examination, one we already trashed. What is that? Only toppers can clear this examination. You should be the IIT topper to become a civil servant examination. So this is actually one of the ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മിത്താണ്, ടോപ്പർ മാത്രം ക്ലിയർ ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും UPSC റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യെസ്, ടോപ്പേഴ്സ് ആർ ദെയർ, IIT എന്ന് വന്ന ആളുകളുണ്ട്. ബട്ട് അതേപോലെ തന്നെ 50% 60% മാർക്ക് മേടിച്ച് വന്ന ആളുകളും സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് മാറ്റർ എന്ന് പറയുന്നത്, the decision you are taking today and the consistency you are keeping on that particular decisions will make the change അല്ലെങ്കിൽ will contribute to your future. അപ്പൊ ബേസിക്കലി എന്താണ്, ഇന്നലെ വരെ നിങ്ങൾ ടോപ്പർ ആയിരുന്നു എന്നുള്ളത് എന്താണ് ഇമ്പോർട്ടന്റ് അല്ല. ഇന്നലെ വരെ നിങ്ങൾ 50% 60% മാർക്കോടുകൂടി വന്ന ആളാന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. ഐ നോ വൺ ഓഫ് മൈ സ്റ്റുഡന്റ്, ഹി ആക്ച്വലി, അയാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പേര് ബേസിക്കലി, അദ്ദേഹം IRS ഓഫീസറാണ്, എന്റെ തന്നെ സ്റ്റുഡന്റ് ആണ്. സോ ബേസിക്കലി പുള്ളി ഡിഗ്രി കഴിയുമ്പോൾ 8 സപ്ലി ഉണ്ടായിരുന്നു. 8 സപ്ലി എഴുതിയെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത്. അങ്ങനെ ടോപ്പർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ വൈശാഖ് എന്നാണ് പേര്, ആലപ്പുഴക്കാരനാണ്. സോ വൈശാഖിന് ആലപ്പുഴക്കാരും ഉണ്ട് ഇവിടെ. സോ വൈശാഖ് ബേസിക്കലി എന്താണ്, 8 സപ്ലി ആയിട്ട് വന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, ബേസിക്കലി സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നു. അതേപോലെ തന്നെ ടോപ്പറായി വന്ന ആളുകളും ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ മാറ്റർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതുവരെ നിങ്ങളെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റർ ചെയ്യുന്നില്ല, ബട്ട് ദ കൺസിസ്റ്റൻസി. സി ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി ഫോർ അനൂപ് പറഞ്ഞു. സർ വൈശാഖ് സാറിന്റെ വീട് എവിടെ? ആലപ്പുഴയില് വീണ്ടെടുത്ത. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല സോറി, അതല്ല ഞാൻ പറഞ്ഞു, എവിടെയാണെന്ന് ചോദിക്കുമായിരുന്നു. ആലപ്പുഴയിൽ തന്നെ, ആലപ്പുഴയിൽ ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആലപ്പുഴ ടൗണിൽ തന്നെ, ആലപ്പുഴയുടെ അടുത്ത, ടൗണിന്റെ അടുത്ത. അപ്പം ബേസിക്കലി കഴിഞ്ഞ വർഷം 2025 ടോപ്പർ. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പൊ കൺസിസ്റ്റന്റ് ആയി, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി 13-15 hours ഇൻ എ ഡേ. ഒരു ദിവസം 15 മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി. ഇപ്പൊ നാളെ ഞാൻ നിങ്ങളോട് പറയണം 5000 രൂപ തരാം, ബെറ്റ് 15 മണിക്കൂർ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി 15 hours. ഇറ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. ബട്ട് സ്റ്റഡിങ് 2 hours ഡെയിലി ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ഡു ഇറ്റ്. അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻറ്റ്? അതായത് ഒരു ദിവസം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, പക്ഷെ എല്ലാ ദിവസവും പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഈവൻ അത് 1 hour ആണെങ്കിൽ പോലും ഡിഫിക്കൽട്ട് ആണ്. ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് എ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ആൻഡ് കൺസിസ്റ്റന്റ് മോട്ടിവേഷൻ. ദാറ്റ് മാറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു UPSC എക്സാമിനേഷൻ. 10 മണിക്കൂറോ 12 മണിക്കൂറോ പഠിക്കണം എന്നില്ല, പക്ഷെ പഠിക്കുന്ന അവേഴ്സ് എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. To ensure that you are on the top notch of competition, you should ensure that you have the mental ability to be disciplined. അല്ലേ? യു വിൽ ബി ഹാവിംഗ് ഡിഫറെന്റ് മൂഡ് എവരി ഡേ. ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ തലവേദന ഉണ്ടാവും, ചില ദിവസം രാവിലെ എണീക്കാൻ മൂഡ് ഉണ്ടാവില്ല, ചില ദിവസം ഇന്ന് പഠിക്കാൻ മൂഡ് ഉണ്ടാവില്ല. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ സിങ് വിത്ത് യുവർ മൂഡ്, then it is very difficult for you to achieve these things. But whatever happen, you are a person who ready to shop. Okay, I am not having a good mood, but let me go and study some 2 chapters. I am not able to know. It is, see, നിങ്ങൾ എത്ര പഠിക്കണം എന്ന് മാറ്റില്ല. What is matter is that each and every day look at that whether you are one step closer to your dream. That is the only criteria. One step closer. Every day you make some improvement, and the all small improvements will add up and pile up to your dream. And the UPSC examination എന്താണ്? It is also about an examination of accumulated knowledge. It is not an examination of just whatever you study. അത് പോയി പഠിക്കില്ലല്ല. ഇത്രയും കാലം നിങ്ങൾക്ക് എന്തൊക്കെ അറിയോ, എന്തൊക്കെ പഠിച്ചോ, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ, everything will help you on the examination day to clear. Because that is the beauty of UPSC examination. This is an examination of common sense. This is an examination of analytical ability. അപ്പൊ എന്ത് കിട്ടിയ ഇൻഫർമേഷനും ഇത് യൂസ്ഫുൾ ആണ്. And second question is whether coaching is compulsory for UPSC examination. No. See, we are running a coaching institute, but I am saying that it is not compulsory to get a coaching to clear this examination. Coaching is if you are getting that, right direction, right mentorship, then coaching is not required. Then what coaching is actually doing? Coaching will aid your preparation, but ultimately it is you who have to decide whether to clear or not. നിങ്ങൾ കോച്ചിങ് എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ക്ലിയർ ചെയ്യുന്നില്ല. പക്ഷെ കോച്ചിങ്ങിന്റെ ഹെൽപ്പ് എന്താണ്? കോച്ചിങ് ഒരു റൈറ്റ് ഡയറക്ഷൻ, റൈറ്റ് മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരുപാട് ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകാൻ പോകുന്നില്ല. ക്ലാസ്സസ് ആർ ജസ്റ്റ് എന്താണ്, നിങ്ങളുടെ ഒരു ക്ലാസ് നിങ്ങൾ എയ്ഡ് ചെയ്യുള്ളൂ.
പക്ഷെ നിങ്ങൾക്ക് റൈറ്റ് ഡയറക്ഷൻ കിട്ടുന്നില്ല. എങ്ങനെ ക്ലാസ് കാണണം, എങ്ങനെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് ഇതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് എവിടെയാണ്, ഇത് മനസ്സിലാക്കി പഠിക്കാതെ അല്ലേ. ഇപ്പൊ ചൈനീസ് വാർഫെയർ സ്ട്രാറ്റജി എന്താണ്? നമ്മളെ എബിലിറ്റി കൂടുന്നതിനെക്കാട്ടും വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി എബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഓപ്പോണന്റ്, ആൻഡ് we also should able to understand the strength and weakness of ourselves and make strategy accordingly. That is the right strategy with the Chinese warfare strategy. So like that, UPSC ന്റെ strength and weakness എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ strength and weakness എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് what we need a Chanakya to show the right direction അല്ലേ. ആ ചാണക്യനാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് കോച്ചിങ് എന്ന് പറയുന്നത്. ആ ചാണക്യന്മാരാവാനാണ് മെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും? റൈറ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, വിത്ത് റൈറ്റ് ഡയറക്ഷൻ യു ക്യാൻ അച്ചീവ് ദി ഡ്രീം. അതല്ലാതെ കോച്ചിങ് എന്തല്ല കമ്പൽസറി അല്ല. ആൻഡ് നേരത്തെ ഓൾറെഡി ഇത് ഞാൻ ഒരുപാട് പേര് പറഞ്ഞാണ്, ഇതൊരു മെമ്മറൈസിംഗ് ഫാക്ടോ മാത്രമാണോ? അല്ല, ദിസ് ഇസ് നോട്ട് ആൻ എക്സാമിനേഷൻ ഓഫ് മെമ്മറൈസിംഗ് ഫാക്ട്, ദിസ് ആൻ എക്സാമിനേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് യെസ്, ലെക്ക് മാറ്റർ ചെയ്യോ ഇല്ലയോ, ലെക്കുള്ളൂ, ഭാഗ്യം ഉണ്ടെങ്കിൽ സിവിൽ സർവീസിൽ നമ്മൾ പഠിക്കാനേ പറ്റുള്ളൂ ലെക്ക് കിട്ടുന്നു. So luck is something out of your control. Luck is something, എന്താണ്, luck happens to a person who consistently work. Luck will be favorable to a person who shop daily. So luck എന്ന് പറയുന്നത് എന്താണ്? ആക്സിഡന്റ് അല്ല. ലക്ക് എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സാധനം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് പ്രോഗ്രസ്. ഓട്ടോമാറ്റിക്കലി വൺ ഡേ യു വിൽ അച്ചീവ്. ആൻഡ് the moment you are name on the list, people will say that you are so lucky person. They don't see hours you put behind this preparation. They don't see days you spend without sleep. They don't see the scars on your preparation. But they will only say that this is your luck. That is how the people respond to the success. But for you, you know that this is a work of hard work and this is a work of smart work. So what is more important is that hard work plus smart work. Hard work ചെയ്തുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. പക്ഷെ എന്തുകൊണ്ട് ചെയ്യണം? സ്മാർട്ട് ആയിട്ട് കൃത്യം എക്സാമിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സാമിനേഷൻ. സോ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാറ്റ് യു ഷുഡ് ഹാവ് ദ കൺസിസ്റ്റൻസി വേണം, പേഷ്യൻസ് വേണം ഈ ജേണിയിൽ. അതേപോലെ ഈ ജേണി എന്താണ്? ദിസ് ഇസ് ദ ജേണി ഓഫ് റെസിലിയൻസ്. ഫെയിലിയർ നടക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. പക്ഷെ ഫെയിലിയറിൽ റെസിസ്റ്റൻസ്, അതായത് വീണ്ടും കംബാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ ഹാവിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ഫോക്കസ് ഓൺ ദി വാട്ട് ഈസ് ഗുഡ് ഹാപ്പനിങ്. ദർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ് ഗോ റോങ്സ്, ബട്ട് ദർ വിൽ ബി വൺ തിങ് വിച്ച് ഗോസ് റൈറ്റ്. സോ ഫോക്കസിംഗ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് റാദർ ദാൻ സെൽഫ് ബ്ലെയിമിങ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബ്ലെയിം ചെയ്ത് അങ്ങനെ. സോ ബീയിങ് എ വിക്ടിം ഈസ് വെരി ഈസി, ബട്ട് ബീയിങ് ദ സൂപ്പർ സ്റ്റാർ ഓഫ് യുവർ ഓൺ ലൈഫ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ് ഈസ് ചോയ്സ്. സോ ആ സെൽഫ് ബിലീവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ സിവിൽ സർവീസ് എന്ന് പറയുന്നില്ല, വാട്ട് എവർ യു വാണ്ടഡ് ടു അച്ചീവ്, ഇഫ് യു ഡു നോട്ട് ഹാവ് ദീസ് ക്വാളിറ്റീസ് ആൻഡ് ദിസ് മൈൻഡ് സെറ്റ്, you are never going to achieve. Whether you wanted to become a businessman, whether you wanted to become a good teacher or good profession, good doctor, good civil servant, whatever it is, this is what take for a success. So അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇനി റൈസപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് റൈസപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് സമ്മറൈസ് ചെയ്യാം. ഐ നോ ഇറ്റ്സ് ഓൾറെഡി 8:30. യു പീപ്പിൾ ആർ ഓൾറെഡി ഹംഗ്രി. സോ ലൈക്ക് മീ ടു. ഓക്കെ, സോ ബേസിക്കലി എന്താണ്? First, we will try to, this examination have a different stage. What we will try to understand that all person, whoever you are, wherever you are, whatever the stage you are, whatever the academic background you are from, we consider you as a big zero. Not because you are a big zero, but we consider you as a big zero to make sure that your foundations are strong. Appo nammal ivide classes thodungunnathu thinking that you do not know anything. So we will start our classes from the very basic foundations to ensure that the foundations are safe, so that we can build on it. Okay, so once the foundation our preparation will slowly shift to the advanced level. Then from the advanced level also together in the parallel we will ensure that there will be first week there will be test series, answer writing sessions, and make sure that your answer writing slowly we will try to convert whatever you studies to the result. The ultimately idellam padichu ennu parnittu veetil irundonde IAS ആവാൻ പറ്റില്ല. We should able to showcase whatever is studied to the examiner. അല്ലെ, ആ സമയത്തിനുള്ളിൽ പേപ്പറിൽ ഇത് കാണിക്കാൻ പറ്റണം. So we will make sure that you are mastering the answer writing practices and regular test practices ഉണ്ടാവും. And ഈ പറഞ്ഞ പോലെ തന്നെ multiple revision. All you will be doing along with a mentor. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെന്റർ നിങ്ങളുടെ ജേർണിയിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. ആ മെന്റർ നിങ്ങളെ നോക്കും, ഹാൻഡ് ഹെൽഡ് ചെയ്യും, നിങ്ങളെ പ്രിപ്പറേഷൻ മാനേജ് ചെയ്യും, നിങ്ങളെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജൈസ് ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് മെന്റർ എൻഷുർ ചെയ്യും. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ഓൺ ദ റൈറ്റ് ഡയറക്ഷൻ. ആൻഡ് ഇഫ് യു ആർ ഓൾസോ റെഡി ടു വർക്ക്, the one promise from the Rise Up we will put 100%
from our side to get you into civil service. And what you need to promise that you should put your 100% to get into the civil service. This is basically a personal personal commitment to student and between student as us. So Rise Up നിന്ന് basically നിങ്ങൾ എന്താണ് ഇന്ന് സിവിൽ സർവീസ് തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടുഡേ. ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഇമ്പോർട്ടൻ്റ് അല്ല. വാട്ട് ഈസ് ദിസ് ഇസ് ടുഡേ. ഇന്ന് തൊട്ട് നിങ്ങളെ സിവിൽ സർവീസ് ജേർണി എന്താണ്, എന്ത് നിങ്ങൾ ചെയ്യുന്നു, ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഇന്നലെ വരെ എന്ത് ചെയ്തോ ഡസൻ മാറ്റർ. അപ്പൊ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അന്ന് മുതലാണ്. പക്ഷെ അന്ന് ചെയ്യുന്നത് മുതൽ ഇതൊരു ഇത്രയും ആളുകൾ ആഗ്രഹിക്കുന്ന വലിയൊരു ജോബ് തന്നെയാണ്. സിവിൽ സർവീസ് എക്സാമിനേഷൻ എല്ലാവർക്കും അങ്ങനെ പോയി പാസ്സാവാനും പറ്റില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യു നീഡ് ടു give some sacrifice to the examination. Whatever, if you wanted to achieve something big, you should able to give something big. If you are not you are not going to fight for this, for your dream, then you cannot cry for your dream. അപ്പം അത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മെന്റൽ എബിലിറ്റി മെന്റലാണ്. ആൻഡ് അത് കൊടുക്കാൻ നിങ്ങളെ പുഷ് ചെയ്യാനും അത് കൊടുക്കാൻ വാട്ട് എവർ റിക്വയർഡ് ആൻഡ് വാട്ട് എവർ റിക്വയർഡ് യു ടു ഗെറ്റ് ഇൻ ടു ദി സർവീസ്, Rise Up IAS will be providing that. That is our promise. So Rise Up IAS, all the mentors are here having experience of more than 7 years, and they all held many toppers to the civil service journey. So that's a guarantee we can say it. അതുപോലെ തന്നെ എന്താണ് basically the classes you will be getting here, one of the quality, and not only just classes, the mentorship, the quality of mentorship. Rise Up IAS is the only mentorship academy in Kerala which focus only in personal academy. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച കുട്ടികൾ ഇവിടെ വരാറുണ്ട്. ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. I'm not saying that we are not saying that other institutes are bad. All institutes are good. I'm not complaining with attendance, but all students used to come us. It's because of the mentorship guidance we provide, the right direction we provide. That promise I can give you today. So all the very best to each and everyone. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും മടിച്ചു നിൽക്കാതെ പണിയെടുക്കുക. പണിയെടുത്താലേ രക്ഷപ്പെടുള്ളൂ. നല്ല രീതിയിൽ പണിയെടുക്കുക. സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ, കീപ് ദാറ്റ് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ്, യു വിൽ ഗെറ്റ് സക്സീഡ്. And all the very best to each one and everyone. If you have any doubts, you can ask me, right? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും പറയാനോ സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാം. IFS റാങ്കിങ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണോ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഫോറിൻ സർവീസ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിന്റെ റാങ്കിങ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണെങ്കിൽ സെയിം എക്സാമിനേഷൻ തന്നെയാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിനുള്ളിലുള്ള റാങ്കിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നമ്പർ ഓഫ് സീറ്റ്സ് പെർ ഇയർ ആക്ച്വലി വെരി ലെസ്. സോ അറൌണ്ട് 40 സീറ്റ്സ് 30 സീറ്റ്സ് ആയിരിക്കും ഒരു വർഷം നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന ഫോറിൻ സർവീസിലേക്ക്. അപ്പൊ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു സ്കോർ അറൌണ്ട് 150 റാങ്കിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ റാങ്ക് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ സർവീസ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, OBC ആണെന്നുണ്ടെങ്കിൽ ഒരു 250 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ് നിങ്ങൾക്ക് കിട്ടും. IPS ആണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി ആണ്. അഗെയിൻ 200, 250, 225 ഒക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IPSന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം IPSൽ വേക്കൻസി അറൌണ്ട് 180, 150 ഒക്കെ വേക്കൻസി വരും. അപ്പൊ അത്രയും വേക്കൻസി വരുന്നതുകൊണ്ട് സോ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75. OBC ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ യു ക്യാൻ ഗോ അപ് ടു 300, 350 ലെവലിലേക്ക് പോയി കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് IPS. ഈവൻ സംടൈം ഇറ്റ് ഡിപ്പെൻസ്, വേക്കൻസിക്ക് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, IFS ആൻഡ് IPS ഈക്വൽ പൊസിഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ IAS and IPS are all India service. Both are equal. IASും IPSും ഓൾ ഇന്ത്യ സർവീസസ് ആണ്, ഈക്വൽ ആയിട്ടുള്ള സർവീസസ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഓൾ ഇന്ത്യ സർവീസസ് ആണ്, ഈക്വൽ ആയിട്ടുള്ള സർവീസസ് ആണ്. IFSും ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഗ്രൂപ്പ് പേ സർവീസസ് ആണ്. നിങ്ങളുടെ പേയ്മെന്റ് വരുന്ന നിങ്ങളുടെ സർവീസ് കണ്ടീഷൻ ഇതെല്ലാം ഒന്നാണ്. ഇതെല്ലാം നിങ്ങളുടെ ഒരേ സെറ്റിൽ കണ്ടീഷൻ ആണ്. ആൻഡ് വൺ ഡിഫറൻസ് ഈസ് ദാറ്റ് IFSന്റെ അണ്ടറിൽ നിങ്ങൾ ഒരു ഫോറിൻ അംബാസിഡർ ആയിട്ട് ഒരു ഫോറിൻ കൺട്രിയിലാണോ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് പ്രിവിലേജ്. അതായത് യുവർ പേയ്മെന്റ് വിൽ ബി ബേസ്ഡ് ഓൺ UN കമ്മീഷൻ പേ ഡിപ്ലോമാറ്റ്സ് കമ്മീഷന്റെ പേ സ്കെയിലായിരിക്കും വരിക. ഇന്ത്യൻ പേ സ്കെയിലായിരിക്കില്ല. യു വിൽ ബി പെയ്ഡ് ബേസ്ഡ് ഓൺ ദ UN ചാർട്ട്. സോ കുറച്ച് പേയ്മെന്റും പൈസ കൂടുതലൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും IFSലാണ്. സാലറി ഒക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസ് യു ആർ ഗെറ്റിംഗ് ബിക്കോസ് ഇഫ് യു ആർ ആൻ IFS ഓഫീസർ യു ആർ മോസ്റ്റ്ലി എന്താണ്, നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള പോസ്റ്റിംഗ് ഉണ്ട്. ഒന്നെന്താണ് മിനിസ്ട്രിയിൽ, ഫോറിൻ മിനിസ്ട്രിയിലുള്ള പോസ്റ്റിംഗ് ഉണ്ട്. ഓർ യു ക്യാൻ ഓൾസോ കം ടു യുവർ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറിലൊക്കെ നിങ്ങൾക്ക് IFS ഓഫീസറായിട്ട് വരാം. നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിലും പോവാം. അതർവൈസ് യു വിൽ ബി പോസ്റ്റഡ് ഔട്ട്സൈഡ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കൺട്രി. സോ
when you are an IAFS officer and you are posted in a foreign country, you are the representative of India. So whatever way you look, the presentation of yourself is the face of India. So you will be in always top class. Benz, Audi. അപ്പോൾ IAFS ഓഫീസർമാർ പോകുന്നത് അവിടുത്തെ ടോപ്പ് പ്രീമിയം വെഹിക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രീൻ ബ്ലൂ ബോർഡ് വെച്ചിട്ടുള്ള കാറുകളിൽ പോകുന്നുണ്ടാവും. OD, BMW അങ്ങനെയുള്ള വലിയ വലിയ പ്രീമിയം കാറുകൾ. ബിക്കോസ് ദാറ്റ് ഇസ് എ ഫേസ് ഓഫ് ദാറ്റ് കൺട്രി. സോ യു ആർ deciding the value of the country. So that way, IAFS is much more a privileged elite service compared to IAS and IPS. IAFS is an elite service. Okay, കുറച്ചൊരു elite class ആണ്. IFS and IAS, IPS and IAS also is elite service. But compared to both of them, but otherwise all three are equal. There is no IAS. Another difference with IAS is IAS having a wider opportunity. For example, Home Ministry in the secretary എന്ന് പറയുന്ന IAS officer ആയിരിക്കും. And you will become IPS officer will become maximum DGP ആവാൻ പറ്റും. And highest post എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനകത്ത് ബേസിക്കലി എന്താണ് IB-ന്റെ ചീഫ് ആവുക എന്നുള്ള സെൻട്രൽ IB-ന്റെ ചീഫ്. ദാറ്റ് ഈസ് ഹൈയസ്റ്റ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു IPS. And IAS it is the chief secretary. That is the highest position. But mostly എന്താണ് IPS is a specialized service. It is a uniform service. It is a specialized service. You will be mostly your work will be law and order and crime. Criminal activity അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. So it is specialized service. IAS is a generalized service. How to prepare in NCERT syllabus എന്ന് പറയുന്നത് ബേസിക്കലി യു ഷുഡ് ദിസ് ഇസ് എ വെരി ഡീറ്റെയിൽഡ് ടോപ്പിക്. കുറെ പറയാനുണ്ട്. അത് നമ്മൾ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബട്ട് ജസ്റ്റ് ടു ഗിവ് യു ആൻ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദാറ്റ്. NCERT നമ്മൾ 6ാം ക്ലാസ് മുതലുള്ള NCERTs ആണ് വായിച്ചു തുടങ്ങേണ്ടത്. അതിനകത്ത് ഇനിഷ്യലി നമ്മൾ വായിച്ചു പോകാന്നുള്ളതാണ് ബേസിക്കലി ആയിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് PYQ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നോക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നോക്കിയതിന് ശേഷം അതെന്ത് ചെയ്യണം, 6ാം ക്ലാസ് NCERT തൊട്ട് വായിച്ചു തുടങ്ങാം. ആദ്യം ഫസ്റ്റ് റീഡിങ്ങിൽ കൂടുതൽ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട, വായിച്ച് പോയി ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതൊരു 3-4 തവണയും വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷൻ കംപ്ലീറ്റ് ആവുക. 3ാമത്തെ തവണയൊക്കെ വായിക്കുമ്പോൾ യു ക്യാൻ മേക്ക് നോട്ട്സ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ ആ നോട്ട്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ഉണ്ടാക്കുക. അതേപോലെ ഇത് കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ 6ാം ക്ലാസ് NCERTയിൽ നമുക്കോട് പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, ആര്യൻസ് വന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ കൂടെ ആര്യൻസ് വന്നു എന്ന് ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയും. അപ്പൊ 6ാം ക്ലാസ് ഹിസ്റ്ററിയിൽ അത് പറയുന്നു. 6ാം ക്ലാസ് ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ എന്ന് പറയും നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ദർ ആർ മെനി പാസസ്. Now you have to think and connect. Okay, എന്തുകൊണ്ട് ആര്യൻസ് നോർത്ത് വെസ്റ്റിലൂടെ വന്നു rather than നോർത്തിലൂടെ വന്നില്ല? So you compare your history knowledge with geography. You understood that 6ാം ക്ലാസ്സിൽ തന്നെ 6ാം ക്ലാസ് NCERT പറയുന്നതാ. അപ്പൊ 6ാം ക്ലാസ് NCERT ജോഗ്രഫി പറയുന്നു ഓക്കെ നോർത്ത് വെസ്റ്റിൽ there are lot of passes. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും അതിലൂടെ കടന്നു വരാൻ പറ്റും. മറ്റേത് എന്താണ്, നോർത്തേൺ പാർട്ടിൽ എന്താണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഹൈ മൗണ്ടൻ. സോ മേലെ നിന്ന് ചൈനയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. സോ ബേസിക്കലി യു ഹാവ് ടു തിങ്ക് അനലൈസ് ചെയ്ത് ഇത് എങ്ങനെയാണ് ഒന്നിലേക്ക് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. And we will be having a special session on NCERTs and everything. So we will do it. It's a big topic. We will discuss. ഒരു സെഷൻ പോലെ തന്നെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എങ്ങനെ NCERT വായിക്കണം എന്നുള്ളത്. അപ്പോൾ ദിസ് ഇസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. എക്സാം മനസ്സിലാക്കണം ആദ്യം. എക്സാം മനസ്സിലാക്കിയിട്ട് NCERT വായിച്ചു തുടങ്ങുന്നത് ബെറ്റർ ആണ്. അതുകൊണ്ട് ബേസിക്കലി നിങ്ങൾ 2026 UPSCന്റെ പ്രിലിംസിന്റെ പേപ്പറും 25 പേപ്പറും ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുക. Then you will get what UPSC is actually asking. അതിനുശേഷം വായിച്ചു കഴിഞ്ഞാൽ there will be more clarity. Okay. Anything else? Thank you, Dan. വേറെ ചോദ്യം ഒന്നുമില്ല. താങ്ക് യു സാർ. ഓക്കെ, വേറെ ചോദ്യം ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കലി വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഇപ്പൊ 1.5 മണിക്കൂറായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 1.5 മണിക്കൂർ യു ആർ ദെയർ അല്ലെ? അപ്പം അത് എന്ന് പറയുന്നത് ഷോസ് ദ വിൽ പവർ ആൻഡ് ദ റിയൽ. നിങ്ങൾക്ക് അതിനകത്തൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് 1.5 മണിക്കൂർ നിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി ബോറിംഗ് ടു ഒരു ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് 1.5 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത് ഇത്രയും അറ്റൻഷൻ സ്പാൻ ഇല്ലാത്ത സമയത്ത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് നിങ്ങൾ നിന്നു, ദാറ്റ് മീൻസ് യു ഹാവ് എ റിയലി ഇന്റൻഷൻ ടു ബിക്കം എ സിവിൽ സർവന്റ് ഓഫീസർ, അല്ലെങ്കിൽ സിവിൽ സർവീസ് ആവാൻ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ആൻഡ് ഐ എം നോട്ട് സേയിങ് ദാറ്റ് യു ഷുഡ് ജോയിൻ ഹിയർ, ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ആർ റിയലി motivated and wanted to become civil servant. That is why you are here. And I salute that, I respect that, and thank you so much for listening. And you should start preparing for civil service examination because you guys really have that thing inside. Okay, so I wish all the very best. Thank you so much for good class. Okay, thank you so much for that. Okay, so thank you. Good night. എല്ലാരും പഠിക്കട്ടെ, ഉഷാറാക്കാം. Bye-bye.